എന്നപ്പനായി വേല ചെയ്യും. ഇനിയുള്ള നാളുകൾ പാഴാക്കാതെ എന്നപ്പനായി വേല ചെയ്യും. എത്ര ദൈവമക്കൾക്ക് ഈ രാത്രി ചേർന്ന് ഒരു പ്രാർത്ഥന പോലെ, ഒരു കമ്മിറ്റ്മെന്റ് പോലെ, ഒരു സമർപ്പണം പോലെ എന്നോട് ചേർന്ന് ഈ ഈരടികൾ ഒരിക്കൽ കൂടെ ഒന്ന് പാടാൻ പറ്റും. ഇനിയുള്ള നാളുകൾ പാഴാക്കാതെ എന്നപ്പനായി വേല ചെയ്യും. നിങ്ങളുടെ ശബ്ദം ഈ രാത്രി സ്വർഗം ഒന്ന് കേൾക്കട്ടെ. നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഒന്നുകൂടെ അമ്മേൻ സ്വർഗം അറിയട്ടെ. അമ്മേൻ, ഇന്ന് രാത്രി എത്ര പേർക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊന്ന് പറയാൻ പറ്റും, കർത്താവെ, തെറ്റിപ്പോകുന്ന ജനറേഷന്റെ നടുവിൽ, കർത്താവെ, ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന ന്യൂസുകൾ ഞങ്ങൾ നാൾതോറും കേൾക്കുന്ന ഈ നശിച്ചു പോകുന്ന തലമുറയുടെ മധ്യത്തിൽ, കർത്താവെ, ഒരു നിമിഷം പോലും പാഴാക്കാതെ ഞങ്ങളുടെ നല്ല പിതാവിന് വേണ്ടി വേല ചെയ്യുവാൻ അമ്മേൻ എന്നെ ഒരിക്കൽ കൂടെ ഈ രാത്രിയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നവർ, ഇനിയുള്ള നാളുകൾ പാഴാക്കാതെ എന്നപ്പനായി വേല ചെയ്യും. ഇനിയുള്ള നാളുകൾ പാഴാക്കാതെ എന്നപ്പനായി വേല ചെയ്യും. വേഗത്തിൽ വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രത്യേകിച്ച് അബൈഡ് ഇന്റർനാഷണൽ മിനിസ്ട്രി ഇങ്ങനെ നമുക്ക് കൂടി വരുവാൻ ദൈവകൃപയാൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയത് മിനിസ്റ്ററും അവരുടെ മിനിസ്ട്രിയുമാണ്. അതുകൊണ്ട് കർത്താവിന് വളരെയധികം നന്ദിയോടുകൂടെ ഈ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഈ മീറ്റിങ്ങിൽ ഇൻവൈറ്റ് ചെയ്ത സിസ്റ്റർ, അതുപോലെ എനിക്ക് സുപരിചിതമായ ഒത്തിരി ഫേസസ് ഇതിനകത്തുണ്ട്. ബിജി സിസ്റ്റർ ഉണ്ട്, ബോബി സിസ്റ്റർ ഉണ്ട്, രാജി സിസ്റ്റർ, ബീന സിസ്റ്റർ, മിക്കവരും തന്നെ എനിക്ക് വളരെ സുപരിചിതമായ മുഖമാണ്. ഞങ്ങളിങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങിലൊക്കെ ഞങ്ങൾ ജോയിൻ ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും സമൃദ്ധമായിട്ടുണ്ടാകുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആമേൻ. നമ്മൾ നിൽക്കുന്ന ഈ ഒരു ജനറേഷൻ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ബേർഡനോടെ ഞാൻ ഈ വൈകുന്നേരം ഈ സൂമിൽ ജോയിൻ ചെയ്തേക്കുന്നത്. കാരണം ചില ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബേർഡനാണ്, ഭാരമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ലേഡീസ് മാത്രമേ ഉള്ളൂ, അല്ലെ ചുരുക്കം ചില ജെൻസേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന ചില ന്യൂസുകൾ, അമ്മേൻ, അതെല്ലാം കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ ഓർക്കും, നമ്മളിങ്ങനെയൊന്നും നിന്നാൽ പോരാ. നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ കഴിവിൻ്റെ പരമാവധി, നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ പോരാ കർത്താവേ, ഇനി ഒരു പടിയും കൂടെ അമ്മേൻ എനിക്ക് കർത്താവിനോട് അടുത്തു വരണം. ഒന്നും കൂടെ അമ്മേൻ എൻ്റെ മേൽ അമ്മേൻ ദൈവം പകർന്നിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് ദൈവസാന്നിധ്യത്തിൽ നിറഞ്ഞു നടക്കണം. അമ്മേൻ, നിത്യ തീക്കകത്തേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ആ തീയിൽ നിന്നൊന്ന് വലിച്ചെടുക്കണം. അത് നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും ആയിരിക്കണം. അമ്മേൻ, കുറച്ച് മുമ്പ് ഞാൻ കേട്ടൊരു ന്യൂസാണ്. നമുക്ക് പലപ്പോഴും കൂടെയൊക്കെ നമുക്ക് പരിചയമുള്ള ഒരു ഫാമിലി, ഏതെങ്കിലും റയറായിട്ടുള്ള മീറ്റിങ്ങിനകത്ത് അമ്മേൻ കാണുന്ന ഒരു ഫാമിലി, പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം. പക്ഷെ അവിടുത്തെ മോൻ കഴിഞ്ഞ ദിവസം സൂയിസൈഡ് ചെയ്തു എന്ന് ഇങ്ങനെ കേട്ടു. +2 കഴിഞ്ഞതേ ഉള്ളൊരു ബോയ്. കേട്ടപ്പോൾ ഭയങ്കര വിഷമം. കാരണം അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഈ കുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെയൊന്ന് ഹാൻഡിൽ ചെയ്യണമെന്ന്. നമ്മൾ ഒരു സൈഡ് നമ്മൾ നിസ്സഹായരാന്ന് തോന്നുമ്പോഴും സ്വർഗം മുഴുവൻ റെസ്പോൺസിബിലിറ്റി നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത്. എത്ര പേരൊരു ആമേൻ പറയാം? അമ്മേൻ, നമുക്കിങ്ങനെ ഇരുന്നാൽ പോരാ. അമ്മേൻ, ഒരു തലമുറയായിട്ട് എഴുന്നേൽക്കണം, ഒരു തലമുറയായിട്ട് എഴുന്നേൽക്കണം. അമ്മേൻ, ആ ഭാരമുള്ളവർ അമ്മേൻ ഈ രാത്രി കർത്താവിൻ്റെ മേൽ അമ്മേൻ നിങ്ങളുടെ ഭാരത്തെ ഇട്ടിട്ടൊന്ന് കർത്താവിനോട് പറയണം, കർത്താവേ അമ്മേൻ, അഭിഷേകം വേണം, കൃപ വേണം. അമ്മേൻ, കർത്താവെ, പിശാചിൻ്റെ രാജ്യം ഭയപ്പെടുന്നത് പോലെ അമ്മേൻ ദൈവ കൃപ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. കർത്താവെ, ഒരു അമ്മേൻ എരിവോടെ, ഒരു ആഗ്രഹത്തോടെ അമ്മേൻ, ഒരു അമ്മേൻ ആത്മാവിൻ്റെ അമ്മേൻ ആ ഒരു അമ്മേൻ തീക്ഷ്ണത ഉള്ളിൽ അമ്മേൻ രാത്രി ആർക്കെങ്കിലും അമ്മ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ മേൽ ഈ രാത്രിയിൽ ഒരു പകർച്ച സംഭവിക്കും. ഒരു തലമുറയായിട്ട് നമ്മൾ എഴുന്നേൽക്കേണ്ട സീസൺ അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മേൻ, ഹല്ലേലൂയ, നമുക്ക് എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. ഈ രാത്രിയിൽ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വിട്ടേക്കുന്ന ഒരു വേർഡ് എനിക്കറിയാം. എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മൾ സൂമിലെല്ലാം നമ്മൾ പിന്നെയും പഠിപ്പിക്കുന്ന അമ്മേൻ ഒരു കാര്യം. പക്ഷേ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് പിന്നെയും എന്നെ ഫോക്കസ് ചെയ്യിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അമ്മേൻ നമുക്ക് ആ സബ്ജക്റ്റിലോട്ടൊന്ന് കടക്കാം. 105-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെയും 4-ാമത്തെയും ഒക്കെ വേർഡ് നമുക്ക് പതുക്കെ ഒന്ന് നോക്കിയിട്ട് അമ്മേൻ ആ സബ്ജക്റ്റിലോട്ട് കിടക്കാം. അവസാനം ഇങ്ങനെയാ പറയുന്നത്, യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ.
യഹോവയെയും അവന്റെ ബലത്തെയും തിരവിൻ, അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പിൻ. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഈ വേർഡ് കേൾക്കുമ്പോൾ ആമേൻ, എത്ര ദൈവ മക്കൾക്ക് പറയാൻ പറ്റും, എൻ്റെ സന്തോഷം എൻ്റെ കർത്താവില്ല. ആമേൻ. വചനം ഇങ്ങനെ പറയുന്നത്, യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയ ദൈവമക്കളെ, ജീവനുള്ള ദൈവത്തെ അറിയുവാനും ആ ദൈവത്തെ അന്വേഷിപ്പാനും എല്ലാം നമുക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയും, ലോകത്തിൽ ഇതിനേക്കാൾ ഇനിയൊന്നും കിട്ടാനില്ല. അമേൻ. ഹല്ലേലൂയ. കാരണം ഇത് ഏറ്റവും വലിയ സന്തോഷമാണ്, ജീവനുള്ള ദൈവത്തെ അറിയുവാനും അന്വേഷിപ്പാനും. ഞാൻ പറയും, വേറെ നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും, അമേൻ, നമുക്ക് പണമോ, അമേൻ, അധികാരമോ, പദവികളോ, ബാക്കി ഭൗതികമായ എന്ത് നന്മയുണ്ടെങ്കിലും, യേശു ഇല്ലെങ്കിൽ ഒന്നുമില്ല. ദൈവമില്ലെങ്കിൽ മറ്റൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി സൂമിലുള്ള നമ്മളൊന്ന് റിജോയ്സ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ സന്തോഷമായ കർത്താവിനെ അറിയുവാൻ നമുക്ക് വലിയൊരു ഭാഗ്യം കിട്ടി. അതുകൊണ്ടാണ് വചനം പറയുന്നത്, യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. ഓ ആമേൻ. ഈ രാത്രിയിൽ എത്ര പേരുടെ ഹൃദയം സന്തോഷിക്കുന്നുണ്ട്, ആമേൻ, എനിക്ക് എൻ്റെ കർത്താവിനെ അറിയുവാനും ആ കർത്താവിനെ പിന്നെയും അന്വേഷിക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ എന്നോർത്ത്. ആമേൻ. പ്രിയ ദൈവമക്കളെ, ആമേൻ, ദൈവത്തെ അറിയുന്ന ഒത്തിരി പേരുണ്ട്, അറിഞ്ഞ ഒത്തിരി പേരുണ്ട്. പക്ഷെ എല്ലാവർക്കും അന്വേഷിപ്പാനുള്ള ഒരു ആഗ്രഹം കിട്ടിയിട്ടില്ല. കൃപയാൽ, പരിശുദ്ധാത്മാവിനാൽ, അമേൻ, അമേൻ, നമ്മുടെ ദൈവത്തെ പിന്നെയും അന്വേഷിപ്പാൻ നമുക്കൊരാഗ്രഹം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് സൂമിൽ ജോയിൻ ചെയ്തേക്കുന്ന ഓരോ ഡിവൈസിനെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, വി ആർ ദ ബ്ലെസ്സഡ് ജനറേഷൻ. ആമേൻ. നമ്മളാണ് അനുഗ്രഹിക്കപ്പെട്ട തലമുറ. കാരണം നമ്മളാണ് ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറ. ഹല്ലേലൂയ. ഞാൻ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇൻസിഡൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു പോകാം. ഞാൻ 10th കഴിഞ്ഞ് എൻ്റെ വല്യമ്മയുടെ വീട്ടിലായിരിക്കുമ്പോൾ അവിടുത്തെ എൻ്റെ കസിൻ സിസ്റ്റേഴ്സ് അവരന്നേരം നല്ല ജോബിലാണ്, നല്ല അത്യാവശ്യം നല്ല ഫെസിലിറ്റിയിലായിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ബൈബിൾ ഫസ്റ്റ് ടൈം റീഡ് ചെയ്ത് ആരംഭിക്കുന്നത്. ആ സമയത്ത് എനിക്ക് എന്താ പറയുന്ന ആ സിറ്റുവേഷൻ, ഞാനിങ്ങനെ മൂന്നാറിൽ ജനിച്ച് വളർന്നുകൊണ്ട് നാട്ടിലെ കൾച്ചർ അതിനോടൊക്കെ പെട്ടെന്ന് പൊരുത്തപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ പതുക്കെ എന്ത് ചെയ്തു, ആ ദിവസങ്ങളിൽ ഒന്ന് വലിയാൻ നോക്കിയിട്ട് ആ സമയത്ത് ഞാൻ വേർഡല്ല ഇങ്ങനെ പതുക്കെ ഒന്ന് വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ അബ്രഹാമിൻ്റെ സ്റ്റോറി, ഇങ്ങനെ ഓരോ കഥകളും സംഭവങ്ങളൊക്കെയാണ് ഉൽപ്പത്തിയിൽ ആരംഭിക്കുന്നത്. ആ സമയത്ത് എനിക്കത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഒരു ദിവസം 15 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 20 ചാപ്റ്റേഴ്സ് ഇങ്ങനെ പതുക്കെ ഒന്ന് വേർഡ് വായിക്കാൻ തുടങ്ങി. ആ സമയം എൻ്റെ കസിൻസ് എൻ്റെ മുറിയിലോട്ട് കയറി വരുമ്പോൾ അവരെന്നോട് പറയും, ജിനു, ഇത് നിന്റെ യൗവന കാലഘട്ടം, ഈ സമയം നീ ഒത്തിരി എൻജോയ് ചെയ്യേണ്ട സമയമാണ്. ഈ സമയത്തല്ല നീ ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ഈ കുഞ്ഞാടിനെ പോലെ ഇരിക്കണം. എന്നെ കളിയാക്കി വിളിച്ചിരുന്ന പേരാണ് ആ സമയത്ത് കുഞ്ഞാട്. അപ്പോൾ കുഞ്ഞാടിനെ പോലെ ഇരിക്കേണ്ട സമയം ഇതല്ല. ഒരു എബോവ് 50 കഴിയുമ്പോൾ നീ ബൈബിളുമായിട്ടൊക്കെ ഇരുന്നോ, അതായിരിക്കും നിനക്ക് നല്ലത്. ഇപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ നിന്നെ കുഞ്ഞാടെന്നെ വിളിക്കുന്നത്. ഇപ്പോൾ ഞാൻ എവിടെ ചെന്നാലും കുഞ്ഞാട് എന്നുള്ളത് എൻ്റെ ഒരു നിക്നെയിമായിട്ട് മാറി. പക്ഷെ പ്രിയ ദൈവമക്കളെ, ആ സമയത്ത് എനിക്ക് അന്നേരം പ്രത്യേകമായ എന്തെങ്കിലും അനുഭവമൊക്കെ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇനിഷ്യേറ്റീവിൽ എനിക്കൊന്നും തോന്നിയില്ല. പക്ഷേ പിന്നീട് ഈ വചനം, ഞാൻ വായിച്ച വചനം, അമ്മേ, ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാൻ ആരംഭിച്ച വേർഡ് എൻ്റെ ജീവിതത്തെ തിരിക്കാൻ തുടങ്ങി. അമ്മേൻ, ആ ഒരു അന്വേഷണമാണ് അമ്മേൻ നിങ്ങൾ ഇന്ന് കാണുന്ന, അമ്മേൻ, ഹല്ലേലൂയ, അമ്മേൻ, ഇത്രയെങ്കിലും വിടുതൽ പ്രാപിച്ചൊരു ചിനുവിലേക്ക് നടത്തിയത്. അമ്മേൻ, ഞാൻ ഒന്ന് പറയാം, കർത്താവിനെ അന്വേഷിക്കുന്നത് ജീവിതത്തിനകത്ത് ഓരോ നാളും വേസ്റ്റ് ആയിട്ട് പോകത്തില്ല. അവരെന്നും രക്ഷ അനുഭവിക്കാതെ പല പ്രശ്നങ്ങൾക്കകത്തൂടെ പോകുമ്പോൾ, അമേൻ, എനിക്ക് ദൈവസന്നിധിയിൽ താഴ്മയോടെ പറയാ, അമേൻ, എൻ്റെ കഴിവോ എൻ്റെ എന്താ പറയാ അന്വേഷണം ഒന്നുമല്ല, കൃപയാൽ, അമേൻ, കുടുംബത്തിൽ ഒത്തിരി എലിജിബിലിറ്റി ഉള്ളവരും ഒത്തിരി പോസിബിലിറ്റി ഉള്ളവരും നിൽക്കുമ്പോൾ, ഒന്നുമില്ലാത്ത അമേൻ, ഹല്ലേലൂയ, എന്നെ ഇന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയ കൃപ. അതുകൊണ്ട് ഞാൻ പറയും, അന്വേഷിക്കുന്ന നിങ്ങളുടെ അമേൻ, നിങ്ങളാകട്ടെ, നിങ്ങളുടെ തലമുറയാകട്ടെ, ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. നമ്മുടെ ഹൃദയം സന്തോഷിക്കും. ദൈവം തരുന്ന വാഗ്ദത്തമാണ്, ഹൃദയം സന്തോഷിക്കും. ഹല്ലേലൂയ. അമേൻ. ഈ രാത്രിയിൽ അമേൻ, ഹൃദയത്തിനകത്ത് എന്തെങ്കിലും ഭാരത്തോടു കൂടെ നിങ്ങൾ ആയിരിക്കുന്നുണ്ടെങ്കിൽ, അമേൻ, നിങ്ങൾക്ക് ഇന്നൊരു സൊല്യൂഷൻ ഉണ്ട്. അമേൻ. ആ ഏരിയയിൽ നിങ്ങൾ കർത്താവിനെ ഒന്ന് അന്വേഷിക്കാൻ ആരംഭിച്ചാൽ, അമേൻ, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ജനറേഷനിൽ ലാക്ക് ചെയ്യുന്ന ഒന്നല്ല ഈ ഹൃദയത്തിലുള്ള സന്തോഷം. അങ്ങനെയാണെങ്കിൽ ഇന്ന് എത്ര പേർക്ക് ഒന്നും കൂടെ ഒന്ന് പറയാൻ പറ്റും, ഈ ദിവസങ്ങളിൽ പിന്നെയും അമേൻ, ആഴമായി, പിന്നെയും അമേൻ, ഹല്ലേലൂയ, ആഗ്രഹത്തോടെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ അമേൻ, എൻ്റെ ദൈവത്തെ അന്വേഷിക്കാൻ പോവുക. അമേൻ. തീരുമാനമുണ്ടോ? അമേൻ, ഹല്ലേലൂയ. വചനം പറയുന്നു, അമേൻ, ശ്രദ്ധയോടെ നമ്മൾ കർത്താവിനെ അന്വേഷിച്ചാൽ അവനെ കണ്ടെത്തും. ഹല്ലേലൂയ. അമേൻ. അടുത്ത വേർഡ് നിങ്ങളൊന്ന് നോക്കിക്കേ, യഹോവയെയും അവന്റെ ബലത്തെയും തിരവിൻ, അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പേൻ. ഹല്ലേലൂയ. യഹോവയെയും അവന്റെ ബലത്തെയും. പ്രിയ ദൈവമക്കളെ, അമേൻ, നമുക്ക് കർത്താവിന്റെ ബലമില്ലാതെ നാളുകളിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല.
ഞാൻ കൂടെ കൂടെ റിമൈൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ചൈൽഡ്ഹുഡ് അല്ല ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു ജനറേഷൻ. അതുകൊണ്ട് അത്രയും കൂടെ സീരിയസ്നെസ്സോടുകൂടെ വേണം ഈ രാത്രി നമ്മൾ ദൈവവചനം കേൾക്കുവാൻ. എത്ര ദൈവമക്കൾ പറയും, കർത്താവേ, ഞാൻ അങ്ങേ മാത്രമല്ല അങ്ങയുടെ ബലത്തെയും കൂടെ അന്വേഷിക്കുന്ന ഒരു തലമുറയാകട്ടെ. ചില പൈശാചിക ശക്തികളെ നമുക്ക് ജയിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് കർത്താവിന്റെ ബലം കൂടാതെ പറ്റത്തില്ല. അതുകൊണ്ട് ഈ രാത്രി ഒന്നും കൂടെ എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവെ, അങ്ങിലും അങ്ങയുടെ അമിത ബലത്തിലും ശക്തിപ്പെടുന്ന ഒരു തലമുറയായിട്ട് ഈ രാത്രിയിൽ ഹാലലൂയ ബലം കൊണ്ട് അരമുറുക്കി ഒരു തലമുറയാക്കി എന്നെ ഹാലലൂയ അങ്ങ് എഴുന്നേൽപ്പിക്കണം. കാരണം എൻ്റെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ചില വിളിക്ക് ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നവളായും ദൈവത്തിന്റെ ബലത്താൽ നിറയപ്പെട്ടവളായും മാറിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ രാത്രി ഒന്നും കൂടെ അങ്ങയുടെ ബലത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന്. ഹാലലൂയ. അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പേൻ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഈ ലോകത്തിൽ നമുക്കറിയാം, നമുക്ക് സുപരിചിതമായ ഒത്തിരി മുഖങ്ങളുണ്ടല്ലേ. അങ്ങനെ നമ്മൾ ഫിസിക്കലി നമ്മുടെ കർത്താവിന്റെ മുഖം കണ്ടിട്ടില്ലെങ്കിലും എത്ര പേർക്ക് നിങ്ങളുടെ കർത്താവിന്റെ മുഖം നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ട്. നമ്മളെ എപ്പോഴും ആനന്ദിപ്പിക്കുന്ന, എപ്പോഴും ആശ്വസിപ്പിക്കുന്ന, എപ്പോഴും കരുതുന്ന കർത്താവിന്റെ മുഖം. ഹാലലൂയ. ഞാൻ പറയും, ജീവിതത്തിന്റെ പല സാഹചര്യത്തിലും ഹാലലൂയ പിടിച്ചു നിർത്തിയത് ഈ മുഖമാണ്. ജീസസ്, ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം ഒരു ഹൗസ് വിസിറ്റിംഗ് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവിടുത്തെ ചില ബിഹേവിയർ ഒക്കെ കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര വേദന തോന്നി. കർത്താവിനെ അറിഞ്ഞിട്ടും ശരിക്കും ദൈവവചന പ്രകാരം മൂവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ഭയങ്കര ബേർഡൻ. ആ ബേർഡനകത്ത് ഞാൻ കാറിനകത്ത് കയറിയപ്പോൾ തന്നെ പെട്ടെന്ന് അതേ ഏരിയയിൽ പെർഫെക്റ്റ് ആയ ക്രിസ്തുവിന്റെ മുഖം എൻ്റെ ഉള്ളിൽ വന്നപ്പോഴുണ്ടല്ലോ, ബേർഡൻ അങ്ങ് മാറിപ്പോയി. ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ പെർഫെക്ഷൻ ഭവനത്തിനകത്ത് വ്യാപരിക്കണം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, എപ്പോഴും നമ്മളെ ആനന്ദിപ്പിക്കുന്ന ഒരു മുഖമുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശുവിന്റെ മുഖമാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിൽ ആ മുഖം അധികമായിട്ട് തെളിഞ്ഞു വരട്ടെ. നമ്മളെ സന്തോഷിപ്പിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന ആ മുഖത്തിന്റെ തേജസ് ഹല്ലേലൂയ ഈ രാത്രിയിലും നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. അടുത്ത പടം നിങ്ങൾ നോക്കിക്കേ. അവന്റെ ദാസനായ അബ്രഹാമിന്റെ സന്തതിയും അവൻ തിരഞ്ഞെടുത്ത യാക്കോബിൻ മക്കളുമായുള്ളവരെ. എത്ര പേർ ഈ വിളിയൊന്ന് കേൾക്കും? ഹല്ലേലൂയ. അവന്റെ ദാസനായ അബ്രഹാമിന്റെ സന്തതിയും. എത്ര പേർക്ക് ഈ രാത്രിയിൽ ഒരിക്കൽ കൂടെ ആ വേർഡിനകത്ത് ഉറച്ചുകൊണ്ടൊന്ന് പറയാൻ പറ്റും, ഞാനാണ് അബ്രഹാമിന്റെ സന്തതി. ഹല്ലേലൂയ. അടുത്ത വേർഡ് നിങ്ങൾ നോക്കിക്കേ. അവൻ തിരഞ്ഞെടുത്ത യാക്കോബിൻ മക്കളുമായുള്ളവരെ, അവൻ ചെയ്ത അത്ഭുതങ്ങളും അവന്റെ അടയാളങ്ങളും അവന്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളുവേൻ. ഹല്ലേലൂയ. എന്നിട്ട് വചനം പറയുകയാണ്, അവൻ നമ്മുടെ ദൈവമായ യഹോവയാകുന്നു, അവന്റെ ന്യായവിധികൾ സർവ്വഭൂമിയിലും ഉണ്ട്. അടുത്ത വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചേ. അവൻ തന്റെ നിയമത്തെ എന്നേക്കും താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളവും ഓർക്കുന്നു. ഈ ബോർഡിനകത്ത് ഈ രാത്രി എത്ര പേരൊന്ന് കയറി പിടിക്കും? വചനം പറയുന്നു, അവൻ തന്റെ നിയമത്തെ എന്നേക്കും, ഹല്ലേലൂയ, താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളവും ഓർക്കുന്നു. അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. ഹല്ലേലൂയ. എന്റെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവിന്റെ ഏറ്റവും വലിയ ഹല്ലേലൂയ ഒരു ഡിവൈൻ നേച്ചർ എന്നാണെന്നറിയാമോ? അവൻ തന്റെ നിയമത്തെയും താൻ കൽപ്പിച്ച വചനത്തെയും 1000 തലമുറയോളവും ഓർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും, എന്നോട് എൻ്റെ കർത്താവ് പറഞ്ഞ ഓരോ വാക്കും, എന്നോട് എൻ്റെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഓരോ ദൈവശബ്ദവും, ഓരോ പ്രോമിസും 1000 തലമുറയോളവും ഓർക്കുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. 1000 തലമുറ വരെയും അതിനെ കൈവിടാതെ ഓർക്കുന്ന ഒരു നല്ല കർത്താവ് എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ജനറേഷനിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ പ്രിയ ദൈവമക്കളെ, നമുക്ക് സമ്പാദിച്ചു വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്നാണെന്നറിയാമോ? ദൈവകൃപയാ. കർത്താവിനോട് കൂടെ നടന്നുകൊണ്ട് കർത്താവിൽ നിന്ന് ചില വചനത്തെ, വാഗ്ദത്തത്തെ പ്രാപിച്ച് കർത്താവിന്റെ ശബ്ദത്തെ കേൾക്കാൻ പറ്റിയാൽ ഇതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഈ രാത്രി എത്ര പേർക്ക് തിരിച്ചറിയാൻ പറ്റും? ഹല്ലേലൂയ. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം തലമുറകളുടെ ദൈവമാണ്.
അമേൻ. നമ്മൾ ഇന്ന് കർത്താവിന്റെ കൂടെ നടക്കുന്നുണ്ട്. പക്ഷേ അമേൻ, കർത്താവ് അമേൻ നമ്മെ മാത്രമല്ല നമ്മുടെ തലമുറകളെയും കാണുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിന്റെ സന്തതിയെ എത്ര പേർക്ക് ഈ രാത്രിയിൽ അമേൻ സന്തോഷത്തോടെ ഒരു സ്തോത്രം പറയാൻ പറ്റും? കാരണം ഈ തലമുറയിൽ ഞാൻ അബ്രഹാമിന്റെ സന്തതി ആയിട്ടുണ്ടെങ്കിൽ അത് അമേൻ അനേകം തലമുറകൾക്ക് മുന്നമേ അബ്രഹാമിനോട് എൻ്റെ ദൈവം ചെയ്തൊരു വാഗ്ദത്തമാണ്. 1000 തലമുറ വരെയും അമേൻ അവൻ തന്റെ നിയമത്തെ, തന്റെ വാഗ്ദത്തെ ഓർത്തത് കൊണ്ടാണ് അമേൻ ഈ 2026 ഈ സൂമിനകത്ത് അബ്രഹാമിന്റെ സന്തതിയായിട്ട് എനിക്കായിരിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അതിനൊരു ആമേൻ പറയാൻ പറ്റുന്നവർ നിങ്ങളെ നോക്കിയൊന്ന് വിളിച്ചു പറഞ്ഞേ, എന്നോടും എൻ്റെ തലമുറയോടും അമേൻ എൻ്റെ ദൈവം എന്തെങ്കിലും ഒരു വാഗ്ദത്തം അമേൻ എന്തെങ്കിലും ഒരു വചനം അയച്ചിട്ടുണ്ടെങ്കിൽ ആ വചനത്തെ ഞാൻ മറന്നാലും എൻ്റെ സ്വർഗത്തിലെ ദൈവം ഓർത്തിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് വിശ്വസ്തൻ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ കേട്ട എല്ലാ വാഗ്ദത്തങ്ങളും നമ്മൾ ഓർത്തിരിക്കണമെന്നില്ല. ആമേൻ. പലപ്പോഴും എൻ്റെ ബൈബിൾ ശ്രദ്ധിച്ചാൽ പലതിനകത്തും അമേൻ ഡേറ്റ് ഇട്ട് സിഗ്നേച്ചർ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ എത്ര എണ്ണത്തിനകത്ത് ഇട്ടിട്ടുണ്ടെന്നോ എപ്പോഴൊക്കെയാണെന്നോ പലപ്പോഴും ഞാൻ തന്നെ മറന്നുപോകും. പക്ഷേ അമേൻ ഹല്ലേലൂയ, എനിക്ക് ഒന്നറിയാം, എന്നോട് പറഞ്ഞ അമേൻ ഒരു വാഗ്ദത്തവും ഹല്ലേലൂയ എൻ്റെ കർത്താവ് മറന്നിട്ടില്ല, മറക്കത്തില്ല. അമേൻ അത് നിവൃത്തിയാക്കുന്നത് വരെയും അമേൻ എൻ്റെ കർത്താവ് വിശ്രമിക്കത്തില്ല. എൻ്റെ അപ്പ എനിക്ക് വേണ്ടി അത് ചെയ്യും. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നോട് പറയുന്ന അമേൻ ആ വാഗ്ദത്തം അമേൻ ഞാൻ മാത്രമല്ല എൻ്റെ സന്തതിയും 1000 തലമുറ വരെയും എൻ്റെ കർത്താവിന്റെ വരവ് വരെയും അമേൻ ആ വാഗ്ദത്തം നിലനിൽക്കും എന്ന് ഉറപ്പുള്ളവർ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അമേൻ നമ്മൾ നിൽക്കുന്ന ഈ ജനറേഷനകത്ത് അമേൻ നമ്മൾ അബ്രഹാമിന്റെ സന്തതിയാണെന്നുള്ളൊരു ഉത്തമ ബോധ്യത്തോടെ പിന്നെയും നമ്മൾ ആത്മാവിൽ എഴുന്നേൽക്കേണ്ട ഒരു നെസസിറ്റിക്കകത്താണ് നമ്മൾ നിൽക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? അമേൻ നമുക്കറിയാം അമേൻ ഒന്ന് അബ്രഹാം അമേൻ അവന്റെ വിളിയും തിരഞ്ഞെടുപ്പും. ഹല്ലേലൂയ. നമുക്കറിയാം അമേൻ മെസൊപ്പൊത്തേമിയയിൽ വിഗ്രഹത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു കുടുംബത്തിനകത്ത് നിന്ന് അബ്രഹാമിനെ ദൈവം ഏകനായി വിളിച്ചു എങ്കിൽ ഈ അബ്രഹാമിന്റെ മേൽ ദൈവം തലമുറകൾ നിലനിൽക്കുന്ന ചില ദൈവ പ്രവർത്തികളെ ആരംഭിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് അമേൻ ദൈവകൃപയാൽ വിളിക്കപ്പെട്ട ദൈവജനമേ, നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. അമേൻ നിങ്ങൾ യാദൃശ്ചികമായിട്ട് ദൈവസഭയ്ക്കകത്ത് കയറിയതല്ല. അമേൻ കൂട്ടത്തിൽ ഒരുവനല്ല നിങ്ങൾ. അമേൻ അബ്രഹാമിനെ ഏകനായി വിളിച്ച അതേ ദൈവം തന്നെ അമേൻ നിങ്ങളെയും ഏകനായി വിളിച്ചു നിങ്ങളെ നിർത്തിയിരിക്കുന്നത് ചില വാഗ്ദത്തങ്ങളെ, ചില ദൈവ പ്രവർത്തികളെ നിങ്ങളിലൂടെയും അമേൻ ഹല്ലേലൂയ നിങ്ങളുടെ അടുത്ത തലമുറയിലൂടെയും അമേൻ കർത്താവിന് അമേൻ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. അമേൻ. എപ്പോഴും ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ നമുക്കൊരു നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. അമേൻ ഹല്ലേലൂയ, ഞാൻ ദൈവസന്നിധിയിൽ യുണീക്കാണ്. അബ്രഹാമിനെ ഏകനായി വിളിച്ച് എങ്ങനെ നിർത്തിയോ ഇതുപോലെയാണ് അമേൻ എന്നെ കർത്താവ് ആത്മമണ്ഡലത്തിൽ കാണുന്നത്. എത്ര പേർക്ക് തിരിച്ചറിയാൻ പറ്റും? അത് നമ്മൾ വേർഡിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ അമേൻ മനസ്സിലാക്കാനായിട്ട് പറ്റും. അമേൻ നമ്മളെപ്പോഴും നമ്മളെ കാണുന്നത് നമ്മളെ ദൈവരാജ്യത്തിനകത്ത് ഒരുവൻ, ദൈവസഭയ്ക്കകത്ത് ഒരു വ്യക്തി, അമേൻ കൂട്ടായ്മയിൽ ഒരുവൻ. അമേൻ എന്നാൽ ഈ രാത്രിയിൽ എത്ര ദൈവമക്കൾക്ക് ആത്മാവിൽ വിളിച്ചു പറയാൻ പറ്റും? അബ്രഹാമിനെ ഏകനായി വിളിച്ച് ഹല്ലേലൂയ അനുഗ്രഹിച്ച അതേ ദൈവം തന്നെ എന്നെ ആത്മാവിൽ ഏകനായി ചില യുണീക്കായിട്ടുള്ള ചില പ്രത്യേകാലുള്ള ദൈവപ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് എന്നെ സ്വർഗം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വിളിയും തിരഞ്ഞെടുപ്പും എൻ്റെ മേലുണ്ട്. ഇത് രാത്രി എത്ര പേർക്ക് അമേൻ ആത്മാവിൽ ഒന്ന് വിളിച്ചു പറയാൻ പറ്റും? ഹല്ലേലൂയ. എവിടെ നിന്നാ? നിങ്ങളൊന്ന് നോക്കിക്കേ. അമേൻ നമുക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ട് അല്ലേ? വിഗ്രഹാരാധന ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന തേരഹിന്റെ പുത്രനാണ് അബ്രഹാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ അബ്രഹാമിനെ സെലക്ട് ചെയ്യാൻ പറ്റും? നമ്മൾ നോക്കിയാൽ അമേൻ ഒരിക്കലും ദൈവത്തിന് അമേൻ ഈ അബ്രഹാമിനെ സെലക്ട് ചെയ്യാനായിട്ട് യാതൊരുവിധ അമേൻ ഇഷ്ടവും ആഗ്രഹം ഉണ്ടാകത്തില്ല. കാരണം എന്താ? വിഗ്രഹങ്ങളുടെ നടുവിൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ മറ്റുള്ളവരെ വിഗ്രഹ ആരാധനയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഒരു അമേൻ ഒരു വ്യക്തി. പക്ഷെ അതിനകത്തു നിന്നും അബ്രഹാമിനെ ദൈവം വിളിച്ചു എങ്കിൽ അമേൻ ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ എത്ര സ്തോത്രം ചെയ്യണം. ഇതുപോലെയല്ലേ നമ്മുടെ പലരുടെയും വിളിയും തിരഞ്ഞെടുപ്പ്. നമുക്ക് എന്ത് യോഗ്യതയുള്ളത്? അർഹതയില്ലാത്ത ഈ സ്ഥാനത്തേക്ക് അമേൻ അബ്രഹാമിന്റെ സന്തതി അല്ലെങ്കിൽ പ്രത്യേകാൽ അമേൻ ദൈവപ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടെങ്കിൽ എത്രയധികമായിട്ട് ഈ വിളിയുടെ മുൻപിൽ നമ്മൾ സറണ്ടർ ചെയ്യണം. എത്രയധികമായിട്ട് ഈ വിളിയുടെ മുൻപിൽ അമേൻ ഈ രാത്രി ഒന്നും കൂടെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. പലപ്പോഴും ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് എന്തിനാ കർത്താവ് എന്നെ വിളിച്ചത്? അമേൻ
പക്ഷേ ഒറ്റ കാര്യം നമുക്കറിയാം, ഹാലലൂയ, ആമേൻ, കർത്താവിന് വേണ്ടത് ഈ ലോകത്തിലെ പോഷന്മാരെയാ. കർത്താവിന് വേണ്ടത് ഈ ലോകത്തിലെ ബലഹീനരെയാണ്. കർത്താവിന് വേണ്ടത് ഈ ലോകത്തിൽ ഏതുമില്ലാത്തതിനാ. ഇല്ലാത്തതിന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ ബലത്തെ വെളിപ്പെടുത്തുവാൻ. ഈ രാത്രി എത്ര ദൈവജനം പറയും കർത്താവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ, കർത്താവിന്റെ ജ്ഞാനത്തെ വെളിപ്പെടുത്തുവാൻ, കർത്താവിന്റെ ഫുൾനെസ്സിനെ, കർത്താവിന്റെ പൂർണ്ണതയെ എന്നിലൊന്ന് വെളിപ്പെടുത്തുവാൻ. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയ ദൈവമക്കളെ, ഈ ഡിവൈസിൽ കണക്റ്റായിരിക്കുന്ന ഓരോ ദൈവ മക്കളെയും നോക്കി ഞാൻ രാത്രി ആത്മാവിൽ പറയുകയാണ്, നിങ്ങളുടെ മേലൊരു വിളിയുണ്ട്, നിങ്ങളുടെ മേലൊരു ദൗത്യമുണ്ട്, നിങ്ങളുടെ മേലൊരു ദൈവപ്രവൃത്തിയുണ്ട്. എന്നാൽ നമ്മൾ എത്രമാത്രം അവൈലബിൾ ആകുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ ലൈഫിനകത്ത് ഓരോ സ്റ്റെപ്പും ഓരോ മൂവിങ്ങും സംഭവിക്കുന്നത്. നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഹാലലൂയ. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി ഒന്ന് പറഞ്ഞേ, ഹാലലൂയ. തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്ന ദൈവം, തന്റെ വചനത്തെ 1000 തലമുറയോളവും ഓർക്കുന്ന ഒരു ദൈവം. ഹാലലൂയ. ആരോട് ചെയ്ത വചനമാണ്? അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. ഹാലലൂയ. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി ഈ വേർഡ് എന്നോടും കൂടെയാണ്. എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റും? ഹാലലൂയ. നമുക്ക് വേർഡുകളെല്ലാം അറിയാം, എന്നാലും നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് ഒരു കൺഫർമേഷൻ ഒന്നുകൂടെ ചെയ്തിട്ട് നമ്മൾ പോവുകയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വേർഡിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഈ അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാ. ഇന്ന് ഈ സൂം ഡിവൈസിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും ഞാൻ എങ്ങനെയാണ് അബ്രഹാമിന്റെ സന്തതി ആയെന്നൊരു കൺഫ്യൂഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ വേർഡിലോട്ട് വരുമ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ. അവിടെ വചനം പറയുന്നു, എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു, സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്തെ പറയുന്നത് അത് ക്രിസ്തു തന്നെ. ഹാലലൂയ. ഈ രാത്രിയിൽ എത്ര ദൈവമക്കൾക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും? അബ്രഹാമിന്റെ സന്തതിയാണ് കർത്താവായ യേശു ക്രിസ്തു. ഹാലലൂയ. എന്തുകൊണ്ടാണ് ഹാലലൂയ ഇങ്ങനെ അബ്രഹാമിന്റെ സന്തതി എന്ന് യേശു ക്രിസ്തു അറിയപ്പെട്ടത്? കാരണം ഹാലലൂയ, അബ്രഹാമിന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്. ഹാലലൂയ, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. എങ്ങനെയാണ് അബ്രഹാം യേശുക്രിസ്തുവിന്റെ സന്തതിയായിട്ട് അബ്രഹാമിന്റെ സന്തതിയായിട്ട് യേശുക്രിസ്തു വന്നത്? നിങ്ങൾ നോക്കിയാൽ വേഗത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 22-ാമത്തെ അധ്യായത്തിനകത്തേക്ക് വരുമ്പോൾ ദൈവം അബ്രഹാമിനെ നോക്കി ഒരു കാര്യം പറയാണ്, നിന്റെ ഏകജാതനായ നീ സ്നേഹിക്കുന്ന നിന്റെ പുത്രനെ തന്നെ ഞാൻ കാണിപ്പാനിരിക്കുന്ന അമ്മോറിയ മലയിൽ കൊണ്ടുവന്ന് ഹോമയാഗം കഴിക്കണം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം അബ്രഹാമിന്റെ ലൈഫിനകത്ത് ചിന്തിച്ചു നോക്കിയാൽ ഒരിക്കലും യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ദൈവശബ്ദമായത്. നമ്മളോടാണ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതെങ്കിൽ ഹാലലൂയ, പിന്നെ നമ്മളെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയൊക്കെ എവിടെ പോയി നോക്കണ്ട. പക്ഷെ അബ്രഹാമിനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഹാലലൂയ. അബ്രഹാമിന് ഒരു ശകലം പോലും സംശയമില്ല, ഭാരമില്ല. കാരണം അത് തുടർന്നുള്ള അബ്രഹാമിന്റെ ഓരോ വാക്കിനകത്തും തിരിച്ചറിയുവാനായിട്ട് കഴിയും. പുതിയ നിയമത്തിനകത്ത് വരുമ്പോൾ എന്തുകൊണ്ട് അബ്രഹാമിന് ഫെയ്ത്ത്, എന്തുകൊണ്ടാണ് അബ്രഹാമിന് ഇത്ര പോസിറ്റീവായിട്ട് അതിനെ എടുക്കുവാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ അബ്രഹാമിന്റെ വിശ്വാസമാണ്. കാരണം ചാരത്തിൽ നിന്നു പോലും പിന്നെയും ഒരു ഐസക്കിനെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം മതിയായവനാണ് എന്നുള്ളൊരു വലിയ ബോധ്യം അബ്രഹാമിന് ഉണ്ടായിരുന്നു. ആ ഫെയ്ത്ത്, ഹാലലൂയ, ഈ രാത്രി എത്ര ദൈവമക്കൾ പറയും ഹാലലൂയ, കർത്താവേ, എന്റെ ഫെയ്ത്തിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവരുത്, എന്റെ വിശ്വാസത്തിന് അതിരുകൾ ഉണ്ടാവരുത്. സാഹചര്യങ്ങൾക്കപ്പുറമായിട്ട് എന്റെ കർത്താവിൽ ഒന്ന് ട്രസ്റ്റ് ചെയ്യുവാൻ, എന്റെ ദൈവത്തെ വിശ്വസിക്കാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണം. കാരണം വചനം പറയുന്നു, ഇതേ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് നമ്മൾ നോക്കിയാൽ വചനം പറയുകയാണ്, അങ്ങനെ വിശ്വാസികൾ അത്ര അബ്രഹാമിന്റെ സന്തതികൾ. അപ്പൊ പ്രിയ ദൈവമക്കളെ, എത്ര പേർക്ക് നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങൾക്കകത്തും നിൽക്കാൻ പറ്റുന്നുണ്ട്? നമ്മളെ നോക്കിയാണ് സ്വർഗം പറയുന്നത് അബ്രഹാമിന്റെ സന്തതി എന്ന്. ഹല്ലേലൂയ. കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ആ താഴ്ഭാഗത്തുനിന്ന് ഒന്ന് പറഞ്ഞു വന്നോട്ടെ പ്രിയ ദൈവമക്കളെ. അബ്രഹാമിന്റെ ഓരോ വാക്കും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അതിനകത്തെല്ലാം ഈ ഫെയ്ത്ത് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അബ്രഹാം ആ മലയുടെ അടിവാരത്തിൽ എത്തിയപ്പോഴേക്കും തന്റെ ശുശ്രൂഷകരോട്, തന്റെ ദാസന്മാരോട് പറയണം, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനും ബാലനും പോയി യാഗം അർപ്പിച്ചിട്ട് മടങ്ങി വരാം. അബ്രഹാമേ, നീ എന്താ ഈ പറയുന്നത്? നിങ്ങൾ എങ്ങനെ മടങ്ങി വരും?
നീ നിന്റെ ഈ ഏകജാതനായ പുത്രനെയാണല്ലോ ഹോമയാഗം അർപ്പിക്കാൻ പോകുന്നത്. അമേൻ. പക്ഷെ എങ്ങനെ പറയാൻ പറ്റും ഞങ്ങൾ അമേൻ പോയിട്ട് മടങ്ങി വരാമെന്ന്? അബ്രഹാം അപ്പോഴും പറയും അമേൻ, യെസ്, ഹോമയാഗം സംഭവിച്ചാലും അമേൻ എന്റെ കുഞ്ഞിനെ പിന്നെയും ചാരത്തിൽ നിന്ന് ജീവിപ്പിക്കുവാൻ അമേൻ എന്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അമേൻ. എന്റെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഒരു സാഹചര്യത്തിനകത്ത് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളെ അമേൻ ഹല്ലേലൂയ അമേൻ നമുക്ക് ഈ രാത്രി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഭവനത്തിനകത്ത് നമ്മുടെ കൂടെയുള്ളവരോട്, നമ്മുടെ കോ വർക്കേഴ്സിനോട് അമേൻ നമ്മുടെ വായിലെ വാക്കുകൾ ഞാൻ ചോദിക്കട്ടെ, അത് വിശ്വാസത്താൽ അമേൻ മിക്സ് ചെയ്യപ്പെട്ട വാക്കുകളാണ്? നമ്മൾ സാഹചര്യമാണോ പറയുന്നത്? അല്ല, അമേൻ, വിശ്വാസമാണോ പറയുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഓരോ വാക്കിനെയും ശ്രദ്ധിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഓരോ വാക്കിനും അമേൻ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സ്വർഗമുണ്ട്. അടുത്ത് നിങ്ങളൊന്ന് നോക്കിക്കേ, അമേൻ, ഇതേ ഇസ്ഹാക്ക് ചോദിക്കുകയാണ്, അപ്പാ അമേൻ തീയുണ്ട്, അമേൻ വിറകുണ്ട്, അമേൻ എല്ലാം ഉണ്ട്, അമേൻ യാഗത്തിനുള്ള മൃഗം എവിടെ? ഹല്ലേലൂയ. ഈ ചോദ്യത്തിന് നമ്മൾ എന്ത് മറുപടി പറയും? ഹല്ലേലൂയ. പക്ഷെ അബ്രഹാം പറയുന്നത് എന്താണെന്നറിയാമോ? മകനെ, യഹോവ കരുതിക്കൊള്ളും. പറയാൻ പറ്റുമോ പ്രിയ ദൈവമക്കളെ? ഞാൻ ഇവിടുന്ന് ഒരു വേർഡ് പറഞ്ഞോട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ അമ്മേൻ ഹല്ലേലൂയ നമ്മളിൽ നിന്ന് വേണം ഫെയ്ത്ത് പഠിക്കാൻ. നിങ്ങൾ നോക്കിക്കേ, അവിടെ പിന്നെ ഇസ്ഹാക്കിന് പറയാൻ അടുത്തൊരു അമേൻ ചോദ്യമില്ല. ആ ഒരൊറ്റ വേർഡോട് കൂടി ഇസ്ഹാക്കിന് കൺഫ്യൂഷൻ ഇല്ല, ഡൗട്ട് ഇല്ല, പിന്നെ ഒരു ക്വസ്റ്റ്യനും ഇസ്ഹാക്ക് ചോദിക്കുന്നില്ല. കാരണം എന്താ? അബ്രഹാമിന്റെ വിശ്വാസത്തോട് കൂടെയുള്ള മറുപടി. ഓരോ സാഹചര്യത്തിനകത്തും ദൈവത്തിൽ നിന്നുകൊണ്ടുള്ള ചില മറുപടികൾ. ഇന്ന് ഞാൻ അമേൻ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ നിങ്ങളെ ഉദ്യമിപ്പിക്കുന്നു. നമ്മുടെ തലമുറ നമ്മളിൽ നിന്നും വിശ്വാസം പഠിക്കട്ടെ. നമ്മുടെ തലമുറകൾ നമ്മളിൽ നിന്നും കർത്താവിനെ അറിയട്ടെ. നമ്മുടെ ഓരോ വാക്കിനും അമേൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്ന് എത്ര പേർക്ക് ഈ രാത്രിയിൽ തിരിച്ചറിയാൻ പറ്റും? ഹല്ലേലൂയ. ഇതൊരു സൺഡേ സ്കൂളിനകത്തല്ല, ഇതൊരു ബൈബിൾ കോളേജിനകത്തല്ല. അമേൻ ഹല്ലേലൂയ. എത്ര പേർ പറയും എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്റെ തലമുറയുടെ മേൽ ഒരു വിശ്വാസ കൈമാറ്റത്തെ പകരുക എന്നുള്ളത്? ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇതിന് നമ്മൾ വിളിച്ചിരുത്തി അവരെ ടീച്ച് ചെയ്യണമെന്നോ പ്രീച്ച് ചെയ്യണമെന്നോ ഒന്നുമല്ല. അമ്മേ, നമ്മുടെ ഓരോ വാക്കിനകത്തും വ്യാപരിക്കുന്ന വിശ്വാസത്തെ, നമ്മുടെ ഓരോ വാക്കിലും വെളിപ്പെടുന്ന ക്രിസ്തുവിനെ അമ്മേൻ നമ്മുടെ തലമുറകളുടെ ഹൃദയത്തിനകത്തേക്ക് അമ്മേൻ പകരുവാൻ കർത്താവിന് പറ്റും. അതുകൊണ്ട് ഈ രാത്രിയിൽ എത്ര പേർ പറയും, കർത്താവെ എന്റെ വായിലെ ഓരോ വാക്കുകളും അമ്മേൻ അതെന്റെ തലമുറയെ ഫെയ്ത്തിൽ ഉറപ്പിക്കുന്ന, എന്റെ തലമുറകൾക്ക് അമ്മേൻ ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നതായിട്ട് അമ്മേൻ മാറട്ടെ എന്ന്. കാരണം എന്താണെന്നറിയാമോ പ്രിയ ദൈവമക്കളെ? അമ്മേൻ നമ്മളെ കണ്ടപ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ തലമുറകളെയും കണ്ടിട്ടുണ്ട്. അമേൻ ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേൻ ഒരു അബ്രഹാമിനെ ഏകനായി വിളിച്ചു. അമേൻ. പക്ഷെ ഒന്ന് പറയട്ടെ, അബ്രഹാമിനോടൊപ്പം വാഗ്ദത്തം പറഞ്ഞാലും കർത്താവ് പറയുന്ന ഒരു വേർഡാണ് അമേൻ, നിനക്കും നിന്റെ സന്തതിക്കും, നിനക്കും നിന്റെ സന്തതിക്കും. ഹല്ലേലൂയ. അമേൻ. ഇതുപോലെ തന്നെയല്ലേ അമേൻ? നമുക്കറിയാം അമേൻ മത്തയിയുടെ സുവിശേഷം ആരംഭിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ അഡ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അബ്രഹാമിന്റെ സന്തതിയായ അമേൻ ദാവീദിന്റെ സന്തതിയായ യേശുക്രിസ്തുവിന്റെ വംശാവലി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദാവീദിനോട് ഇത് തന്നെയല്ലേ കർത്താവ് പറഞ്ഞത്? അമേൻ. ദാവീദിനോട് വാഗ്ദത്തം ചെയ്യുന്നത് അമേൻ നിന്റെ സിംഹാസനത്തിലേക്ക് എന്നേക്കും ഇരിക്കുവാൻ അമേൻ ഞാനൊരു സന്തതിയെ അമേൻ നിനക്ക് തരും. നിന്റെ സന്തതി സിംഹാസനത്തിൽ എന്നേക്കും ഇരിക്കും. എന്റെ പ്രിയ ദൈവമക്കളെ, നിങ്ങൾ കർത്താവിനോട് കൂടെ നടക്കുമ്പോൾ അമേൻ ഹല്ലേലൂയ നിങ്ങളുടെ ജനറേഷന് വേണ്ടിയിട്ടും ചിലതിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ദൈവം. അമേൻ ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോടു കൂടെ വിശ്വസ്തയോടുകൂടെ നടക്കുമ്പോൾ എത്ര പേരൊരു അമേൻ പറയും, അമേൻ എന്റെ തലമുറയുടെ അമേൻ ഭാവി കാര്യത്തെയും കൂടെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു നല്ല ദൈവം. അങ്ങനെ ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്, അങ്ങനെ ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി ആർക്കെങ്കിലും നിങ്ങളുടെ തലമുറയെ കുറിച്ച് ഒരു ഭാരമുണ്ടെങ്കിൽ, ബേർഡൻ ഉണ്ടെങ്കിൽ, അമേൻ ഞാൻ ഈ രാത്രി നിങ്ങൾ നോക്കി വിളിച്ചു പറയുകയാണ്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് കൊണ്ട്, യഹോവ ജൈറ, യഹോവ ഈരയായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറ വേണ്ടിയിട്ടുള്ളത് കൊണ്ട് ഈ രാത്രിയിൽ സകല ബർഡനും കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളുവാൻ എത്ര പേർ റെഡിയാണ്? അമേൻ. അങ്ങനെയാണെങ്കിൽ അമേൻ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ തലമുറകളെ കുറിച്ച് കാണുന്ന സ്വപ്നത്തെക്കാളും പെർഫെക്റ്റ് ആയ ഒരു സ്വപ്നം അമേൻ ഹല്ലേലൂയ നമ്മളെ വിളിച്ചു വേർതിരിച്ച നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മുടെ തലമുറകളെ കുറിച്ചുണ്ട്. ആമേൻ. അതിൽ നിന്ന് നമ്മുടെ കർത്താവ് ഒരിക്കലും മാറിപ്പോകത്തില്ല. ആമേൻ. നമ്മുടെ കർത്താവ് വിശ്വസ്തന. ഹല്ലേലൂയ. നമ്മൾ സ്വപ്നം കണ്ടാൽ നമ്മുടെ തലമുറയെ കുറിച്ചല്ലേ കാണത്തുള്ളൂ.
കൂടി വന്ന മക്കളുടെ മക്കളെ കുറിച്ചും കൂടെ ഇതുവരെ ചിന്തിച്ചു കാണും. പക്ഷെ എൻ്റെ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, കർത്താവിന്റെ വരവ് വരെയുള്ള സകല തലമുറകൾക്കും വേണ്ടിയിട്ടുള്ള ബ്ലെസ്സഡ് പ്ലാനിനെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന അബ്രഹാമിന്റെ ദൈവം, ദാവീദിന്റെ ദൈവം, ആ ദൈവം എൻ്റെ പിതാവാണ് എന്ന് വിശ്വസിക്കുന്നവർ, ഹല്ലേലൂയ, ലിവിങ് പ്രൂഫാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വേർഡ് ഓഫ് ഗോഡ്. ഈ രാത്രി ഞാനും നിങ്ങളും അബ്രഹാമിന്റെ സന്തതി എന്ന് വിളിച്ചു പറയുമ്പോൾ എൻ്റെ പ്രിയ ദൈവമക്കളെ, നമ്മൾ കാണുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയല്ലേ. എവിടെയോ കിടന്ന ജാതികളായ നമ്മളെയും ഈ വാഗ്ദത്തത്തിനകത്ത് ഉൾപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തില്ലേ. ഹല്ലേലൂയ, നിങ്ങൾ നോക്കിക്കേ, അവിടെ അമ്മേൻ, ഹല്ലേലൂയ, അബ്രഹാമിന്റെ ഫെയ്ത്തിനകത്ത് അബ്രഹാം കത്തിയോങ്ങുമ്പോൾ കർത്താവ് പറയാണ്, അബ്രഹാമേ, അബ്രഹാമേ, അമ്മേ, നീ ബാലന്റെ മേൽ അമ്മേൻ കൈ നീട്ടരുത്. ഹല്ലേലൂയ. നോക്കിക്കേ അമ്മേ, വിശ്വാസത്തിന്റെ ടെസ്റ്റിങ്ങിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ രാത്രി നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, അമ്മേ, നിങ്ങൾ തികഞ്ഞവരാണെന്ന് കാണുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അമ്മേ ചില വാഗ്ദത്തങ്ങളെ, പ്രതിഫലങ്ങളെ കർത്താവ് നിശ്ചയമായും നിങ്ങളുടെ ലൈഫിനകത്ത് ചെയ്തു തരും. അമേൻ. ആ 22-ാം അധ്യായത്തിനകത്ത് നിങ്ങൾ തുടർന്ന് നോക്കിയാൽ, അമ്മേൻ, നോക്കിക്കേ, അമ്മേൻ, അബ്രഹാമിനോട് ദൈവം പറയാണ്, നിന്റെ ഏകജാതനായ അമ്മേൻ മകനെ തന്നെ, പുത്രനെ തന്നെ, ഇസ്ഹാക്കിനെ തന്നെ നീ തരാൻ മടിക്കായതുകൊണ്ട് ഞാൻ നിന്നോട് കൂടി ഒരു നിത്യനിയമം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, അമ്മേൻ, വിളിച്ചപ്പോഴല്ല, വേർതിരിക്കപ്പെട്ടപ്പോഴല്ല, കനാൻ കാണിച്ചുകൊണ്ടല്ല, അമ്മേൻ, ഫെയ്ത്തിന്റെ അമ്മേൻ ചില ആക്ഷനകത്ത് ഈ രാത്രി ഞാൻ പറയാൻ പ്രിയ ദൈവമക്കളെ, അമ്മേൻ, ഏതെങ്കിലും സാഹചര്യത്തിനകത്ത് അമ്മേൻ നിങ്ങൾ അമ്മേൻ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഏതെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനകത്ത് നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ, അനുസരണത്തിന്റെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അമ്മേൻ, നിങ്ങൾ പറയും, ഓ, നിന്നല്ലോ കൃപയാൽ. പക്ഷെ എന്റെ സ്വർഗത്തിലെ ദൈവം പറയും, അമ്മേൻ, നീ നിന്നതുകൊണ്ട് നിന്നോട് കൂടെ ചില ഇറ്റേണൽ കവണന്റ്, നിന്നോട് കൂടെ ചില നിത്യ ഉടമ്പടികളെ അമ്മേ ഞാൻ ചെയ്യുകയാണ്. മാറാത്തൊരു നിത്യ നിയമം അമ്മേ ഞാൻ നിന്നോട് കൂടെ ചെയ്യും. പ്രിയ മക്കളെ, അവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഡിവൈൻ എക്സ്ചേഞ്ച്. എന്താ അമ്മൻ, കർത്താവ് പറയുകയാണ്, അമ്മേ, നിന്റെ ഏകജാതനായ മകനെ തന്നെ നീ തരാൻ മടിക്കാത്തത് കൊണ്ട്, ഹല്ലേലൂയ, നീ ഇസ്ഹാക്കിനെ തന്നില്ലേ, അമ്മേൻ, ഹല്ലേലൂയ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ, അമ്മേ, നിന്റെ സന്തതിയോട് കൂടി ഒരു നിത്യ നിയമം. ഹല്ലേലൂയ. നിങ്ങൾ നോക്കി, ആത്മമണ്ഡലത്തിൽ ഒരു എക്സ്ചേഞ്ച് എന്താണ്? ഇസ്ഹാക്കിനെ അബ്രഹാം കൊടുത്തു. പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ തന്നെ അബ്രഹാമിന്റെ സന്തതിയായിട്ട് കൊടുത്തു. ഹല്ലേലൂയ. ഞാനൊന്ന് പറയാം, ഈ രാത്രിയിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ പകരം പ്രാപിക്കുന്നത് അതു തന്നെയല്ല, സ്വർഗീയമായ ചിലതിനെ, അമ്മേൻ, മേൽത്തരമായ ചിലതിനെ തന്നെ, പെർഫെക്റ്റ് ആയിട്ടുള്ള ചിലതിനെ തന്നെ. അതുകൊണ്ട് ഈ രാത്രിയിൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയുന്നു, രഹസ്യത്തിലുള്ള അമ്മേ നിന്റെ ചില ഗിവിങ്ങിനെ കണ്ടിട്ട്, രഹസ്യത്തിലുള്ള നിന്റെ ചില വിശ്വാസത്തിന്റെ സ്റ്റെപ്പിനെ കണ്ടിട്ട് എന്റെ ദൈവം സ്വർഗീയമായ പരിപൂർണമായ ചിലതിനെ നിന്റെ മേൽ കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റിസൾട്ട് നീ കാണും. ഇതിന്റെ റിസൾട്ട് നീ കാണും. ഹല്ലേലൂയ. നിങ്ങൾ കാണുമത്. ആമേൻ. ഹല്ലേലൂയ. ബിജി സിസ്റ്റർ, നിങ്ങളത് കാണും. നിങ്ങളത് കാണും. രഹസ്യത്തിൽ കർത്താവിന് വേണ്ടി നിന്നതിനെ അമേൻ കർത്താവ് ഹോണർ ചെയ്യാൻ പോകും സിസ്റ്റർ. ഹല്ലേലൂയ. അമേൻ. കർത്താവ് വിശ്വസ്തന. ഈ രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, അമേൻ, രഹസ്യത്തിൽ കാണുന്ന നിന്റെ സ്വർഗത്തിലെ പിതാവ് നിനക്ക് പരസ്യമായിട്ട് ചില മറുപടികളെ തരുവാൻ, അമേൻ, ഹല്ലേലൂയ, ചില പ്രിപ്പയർഡ് ടേബിളിനകത്ത് നിന്നെ ഇരുത്തുവാൻ ദൈവം ചില പദ്ധതികളെ ഒരുക്കിയിരിക്കുന്നത് കൊണ്ട് കർത്താവിനോട് പറയുന്നു, അമേൻ, ഒന്നിനെയും ഭയപ്പെടാതെ, ഒന്നിനെയും ഭയപ്പെടാതെ നിന്റെ ആ കാൽച്ചുവട്, വിശ്വാസത്തിന്റെ കാൽച്ചുവട് നീ ഉറപ്പിച്ചോ. അതിനകത്ത് നീ ചില ദൈവപ്രവർത്തികളെ കാണാം. ഹല്ലേലൂയ. അമേൻ. പരിഹസിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം ഉണ്ടായിരിക്കാം, നിന്നെ മോക്ക് ചെയ്യുന്ന ഒരു പൈശാചിക മണ്ഡലം ഉണ്ടായിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുകയാണ്, ഓ, സുവിശേഷം അറിയിക്കുന്നവരുടെ പാദങ്ങൾ അത് മലമേൽ എത്ര മനോഹരമെന്ന് പറയത്തക്ക രീതിയിൽ അമേൻ സ്വർഗം ചില കാൽച്ചുവടുകളെ ഉറപ്പിച്ച് നിന്റെ മേൽ ദൈവം ആരംഭിച്ച ചില ദൈവ പ്രവർത്തികളെ ദൈവം തന്നെ അതിന്റെ ഫിനിഷിംഗ് പോയിന്റിനകത്ത് കൊണ്ടുവരാം. ദൈവം തന്നെ അതിന്റെ ഫിനിഷിംഗ് പോയിന്റിനകത്ത് കൊണ്ടുവരാം.
ഈ രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? അമ്മേൻ, എന്നെ രഹസ്യത്തിൽ കാണുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. അബ്രഹാമേ, നീ ഇസഹാക്കിന്റെ മേൽ കത്തി വെച്ചത്, അമ്മേൻ ഹല്ലേലൂയ, സാറ കണ്ടില്ല. അമ്മേൻ, താഴെ നിൽക്കുന്ന ശുശ്രൂഷകന്മാർ കണ്ടില്ല. പക്ഷെ തുറക്കപ്പെട്ട ഒരു സ്വർഗം കണ്ടിട്ട് പറയുകയാണ്, അബ്രഹാമേ, നിന്റെ ഏകജാതനെ നീ എനിക്ക് തന്നില്ലേ? അമ്മേൻ, ഇനി എന്റെ ഏകജാതനെ നിന്റെ സന്തതിയായിട്ട് ഞാൻ നിനക്ക് തരികയാ. അമ്മേൻ, ഈ രാത്രിയിൽ അമ്മേൻ, എന്റെ പ്രിയ ദൈവമക്കളെ, ഇന്നലകളിൽ നിന്ന് ഒത്തിരി പേർ എന്നെ കാണുന്നുണ്ട്. നിന്റെ കുടുംബത്തിനകത്ത് പോലും നിനക്ക് അനുകൂലമായ സാഹചര്യമല്ല. എന്നിട്ടും നീ നിന്നതുകൊണ്ട് എനിക്ക് പേര് പറഞ്ഞ ചിലരോട് ചിലത് പറയണമെന്നുണ്ട്. പക്ഷേ അമ്മേൻ, എനിക്കറിയാം ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ അമ്മേൻ ഇതെന്നോടാണെന്ന് ചിലർക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റും. നിന്റെ കുടുംബത്തിനകത്ത് നിനക്ക് അനുകൂലമായ സാഹചര്യം ഇല്ലാതിരുന്നപ്പോഴും, കുടുംബത്തിനകത്ത് നിന്റെ കൈ പിടിക്കാൻ അമ്മേൻ ഒരാളും ഇല്ലാതിരുന്നപ്പോഴും, അമ്മേൻ ദൈവനാമത്തിന് വേണ്ടി വെച്ച കാൽ പിൻവെക്കാതെ അമ്മേൻ നീ തളർന്നു പോയി, ക്ഷീണിച്ചു പോയി. പക്ഷെ നീ പിന്നോട്ടല്ല പോയത്, നീ അവിടെ മുഴങ്കാൽ മടക്കിയത് കൊണ്ട് സ്വർഗത്തിലെ ദൈവം നിന്നെ ഹോണർ ചെയ്യും. ഹല്ലേലൂയ. നിന്നെ കർത്താവ് വിടത്തില്ല, നിന്നെ കർത്താവ് കൈവിടത്തില്ല. അമ്മേൻ, വിളിച്ച ദൈവം വിശ്വസ്തനാം. അന്ത്യത്തോളവും നിന്നെ നിലനിർത്താൻ ഈ കർത്താവ് മതിയായവനാ. എന്റെ പ്രിയ ദൈവങ്ങളെ, ഇങ്ങനെയാണ് അമ്മേൻ ദൈവം തന്റെ പുത്രനെ, ഹല്ലേലൂയ, അമ്മേൻ ഹല്ലേലൂയ, അബ്രഹാമിന്റെ സന്തതിയായിട്ട് അയച്ചത്. പക്ഷെ പ്രിയ ദൈവമക്കളെ, അവൻ ദൈവം എത്ര വിശ്വസ്തനല്ലേ. അക്കൂട്ടത്തിൽ അമ്മേൻ ജാതികളായ നമ്മയും അമ്മേൻ ഹല്ലേലൂയ കർത്താവ് യേശു ക്രിസ്തുവിൽ കണ്ടു. അതാ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 27-ാം അധ്യായത്തിനകത്ത് വചനം പറയുന്നത്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യവനനും യഹൂദനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. ഹല്ലേലൂയ. എത്ര വലിയ സന്തോഷമല്ലേ. അമേൻ ജീസസ്, ഹല്ലേലൂയ. അമേൻ. എല്ലാ ബാരിയേഴ്സും ബ്രേക്ക് ആവുന്നത് എവിടെയാണെന്ന് അറിയുമോ? ക്രിസ്തു യേശുവിൽ. അമേൻ. അമേൻ. എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ടെസ്റ്റിമണി ഞാൻ പറയാൻ പറയുന്നേക്കളെ. എനിക്ക് മറ്റു ലാംഗ്വേജസിനോട് മിങ്കിൾ ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അമേൻ. ഒന്ന് ലാംഗ്വേജിന്റെ പ്രോബ്ലം, രണ്ടാമത് നമ്മൾ ചെറുപ്പകാലം തൊട്ട് ഇങ്ങനെ കേട്ടു വെച്ചിരിക്കുന്ന ഒരു അമേൻ ഇതുണ്ട്. അമേൻ, അവരെങ്ങനെയാണ് ഈ ലാംഗ്വേജസിന് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഞങ്ങൾ ഒരു അമേൻ ഒരു ബാംഗ്ലൂർ കോൺഫറൻസിനകത്ത് പോയപ്പോൾ പല സ്റ്റേറ്റിൽ നിന്നുള്ള അമേൻ പല രീതിയിലുള്ള ലേഡീസ് അവിടെ വന്നു. അമേൻ. ഞങ്ങൾക്ക് പലപ്പോഴും ലാംഗ്വേജ് അങ്ങോട്ടും ഇങ്ങോട്ടും അമേൻ കറക്റ്റ് അവരുടെ ലാംഗ്വേജ് നമുക്ക് പ്രോപ്പറായിട്ട് ഒന്നും അറിയത്തില്ല. പക്ഷെ ക്രിസ്തുവിന്റെ ഏക നാമത്തിൽ കൂടിയത് കൊണ്ട് ഹല്ലേലൂയ, അമേൻ, എന്തൊരു ആത്മാവിന്റെ സന്തോഷമായിരുന്നു അറിയാം പ്രിയ ദൈവമക്കളെ. എന്തൊരു അമേൻ അമേൻ ദൈവികമായ സ്നേഹത്തിന്റെ കവിഞ്ഞൊഴുക്കായിരുന്നു അറിയാമോ? അമേൻ. പല ഭാഷക്കാർ ഞങ്ങൾ ഒരുമിച്ച് അമേൻ അവനവന്റെ സ്ഥലത്തെ അമേൻ വിഷയങ്ങൾ ഷെയർ ചെയ്യുകയും അമേൻ ക്രിസ്തുവിൽ സന്തോഷിക്കുകയെല്ലാം ചെയ്തപ്പോൾ ഞാൻ ഓർത്തു, കർത്താവെ, ക്രിസ്തുവിൽ ഒരു ബാരിയേഴ്സും ഇല്ലല്ലോ. ക്രിസ്തുവിൽ അമേൻ അമേൻ യവനനെന്നോ യഹൂദനെന്നോ അമേൻ അമേൻ ഗ്രീക്കനെന്നോ അമേൻ ഹല്ലേലൂയ ആണെന്നോ പെണ്ണെന്നോ ഇങ്ങനെ യാതൊരു വ്യത്യാസവും ഇല്ല. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിങ്ങൾ ക്രിസ്തുവിൽ ഉറച്ചാൽ ചില ബാരിയേഴ്സ് താനെ ബ്രേക്ക് ആകും. നിങ്ങളുടെ മിനിസ്ട്രികളെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അമേൻ ഹല്ലേലൂയ, അമേൻ, ബാരിയേഴ്സിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു അഭിഷേകം. അമേൻ. മിനിസ്ട്രിയെ അങ്ങനെ ഒരു അനോയിന്റിങ് ഈ ഡിവൈസിനകത്ത് വ്യാപരിക്കുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. ഹല്ലേലൂയ. അമേൻ. ചിലതിനെ ബ്രേക്ക് ചെയ്ത്, ചില ബാരിയേഴ്സിനെ ബ്രേക്ക് ചെയ്ത് അനേകം ഭാഷക്കാരുടെ മധ്യത്തിൽ അനേകം ഭാഷക്കാരെ ശുശ്രൂഷിപ്പിക്കുന്ന നിലവാരങ്ങൾ ഇതിനകത്ത് വെളിപ്പെട്ട് വരും. ഞാനിങ്ങനെ ട്രാൻസ്ലേഷൻ ചെയ്ത് അമേൻ അമേൻ ട്രാൻസ്ലേഷൻ ചെയ്ത് സൂമിനകത്ത് ചില മീറ്റിങ്ങുകൾ നടക്കുന്നത് കർത്താവ് കാണിക്കുന്നു. അമേൻ. ഈ ദിവസങ്ങളിൽ അതിനു വേണ്ടുന്ന ചില അമേൻ കോളുകൾ തേടി എത്തുന്നത് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. ഈ രാത്രി ചില ബാരിയേഴ്സ് ബ്രേക്ക് ആകുന്നത് മാത്രമല്ല, അമേൻ ഹല്ലേലൂയ, നിങ്ങളുടെ പേര് പോലെ തന്നെ ഒരു ഇന്റർനാഷണൽ റലത്തിൽ കർത്താവ് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യും. ഞാൻ ഈ അമേൻ ഹല്ലേലൂയ, ഈ അറബികൾ പോലെ ചില വ്യക്തികളെല്ലാം ഞാൻ കാണുന്നു. അവരുടെ മധ്യത്തിലോട്ടെല്ലാം അയക്കപ്പെടുകയും അവരുടെ മധ്യത്തിലെല്ലാം അമേൻ കർത്താവിന്റെ നാമത്തെ ഉയർത്തുകയും ചെയ്യത്തക്ക രീതിയിൽ ചില ദൈവ പ്രവർത്തികൾ അമേൻ അമേൻ കർത്താവ് നിങ്ങളുടെ മിനിസ്ട്രിയിലൂടെ ചെയ്തെടുക്കും. ചില അധികാര കൈമാറ്റങ്ങൾ സംഭവിക്കും. അമ്മേ, നിങ്ങളെ കർത്താവ് യുണീക്കായിട്ട് നിർത്തും. ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണങ്ങൾ അമ്മൻ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസവുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. ചില സീക്രട്ട് പ്രയേഴ്സിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. കുറവുകൾ മാറും. അമേൻ ഹല്ലേലൂയ. അമേൻ. യോഹന്നാന്റെ അമേൻ 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 സുവിശേഷം 2-ാം അധ്യായം, അവാർഡ് കനായിലെ കല്യാണത്തിനകത്ത് എന്താണോ സംഭവിച്ചത് അത് നിങ്ങളുടെ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തിപരമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുക. ചില ലാക്നെസ്സുകൾ മാറി അവിടെ കർത്താവിന്റെ മഹത്വം മാനിഫെസ്റ്റ് ആകുന്ന ചില തലങ്ങൾ.
ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ക്രിസ്തുവിലാണെങ്കിൽ അമേൻ അവിടെ പിന്നെ ബാരിയേഴ്സിന് നിൽക്കാൻ കഴിയത്തില്ല. എത്ര പേർക്ക് അമേൻ ഹല്ലേലൂയ ഇത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്? കാരണം അമേൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം ചിന്തപ്പെട്ടത് അമേൻ സകല ഭാഷക്കാർക്കും സകല ഗോത്രക്കാർക്കും വേണ്ടിയിട്ടാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, അമേൻ നമ്മൾ കുഞ്ഞാടിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നത് അമേൻ സകല ഗോത്രക്കാരും സകല ഭാഷക്കാരും സകല വംശക്കാരുമാണെങ്കിൽ ഇവിടെ ആ ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ മിനിസ്ട്രികളുടെ മേൽ അസാധാരണമായ അമേൻ എൻലാർജ്മെന്റ് അല്ലെങ്കിൽ അസാധാരണമായ വൈഡനിങ് സംഭവിക്കും. ഇവിടെ നിങ്ങൾ അങ്ങനെ അമേൻ ആരാധിക്കും. അങ്ങനെ ഇവിടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടു വരും. അമേൻ ചില ലാംഗ്വേജസിന്റെ മേലുള്ള അതോറിറ്റികൾ അമേൻ ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുടെ മേൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത് കർത്താവിനെ കാണിക്കുന്നു. നിങ്ങളുടെ അമേൻ ഹല്ലേലൂയ അമേൻ മെസ്സേജുകൾ പല ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു. പല ഭാഷക്കാരുടെ മെസ്സേജുകൾ നിങ്ങളുടെ സൂം പ്ലാറ്റ്ഫോമിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത് പോലെ അമേൻ ഹല്ലേലൂയ ബാരിയേഴ്സിനെ ബ്രേക്ക് ചെയ്യുന്ന ആമേൻ ഒരു ഇന്റർനാഷണൽ അനോയിന്റിംഗ്, ഒരു ഇൻ ക്രൈസ്റ്റ് അനോയിന്റിംഗ് ആമേൻ നിങ്ങളുടെ മേൽ ചലിക്കുന്നത് പരിശുദ്ധാത്മാവ് ഈ രാത്രി കാണിക്കുന്നു. ഹല്ലേലൂയ. ഒരു വാഗ്ദത്തം കേട്ടാൽ പ്രിയ ദൈവമക്കളെ അമേൻ ഹല്ലേലൂയ നിങ്ങൾ ഇന്ന് കേട്ട് അതിനെ വിട്ട് കളയരുത്. നിങ്ങൾ അതിനെ ഹോൾഡ് ചെയ്യും, നിങ്ങൾ അതിനെ പിടിച്ചു വെക്കുകയും ചെയ്താൽ അമേൻ വരും ദിവസങ്ങളിൽ തന്നെ അതിന്റെ അമേൻ റിസൾട്ടുകൾ അമേൻ ഹല്ലേലൂയ കാണത്തക്ക രീതിയിൽ വരും ദിവസങ്ങളിൽ തന്നെ അമേൻ അതിന്റെ മേൽ ദൈവപ്രവൃത്തികൾ കാണത്തക്ക രീതിയിൽ അമേൻ സ്വർഗം ചില ദൈവത്തിന്റെ മഹത്വത്തെ നിങ്ങളുടെ മേൽ പകരും. ഞാൻ അത് പറയുമ്പോൾ ഈ ബിജു തോമസ് എന്ന് പറയുന്ന ഡിവൈസിനകത്ത് ബ്രദറെ അമേൻ വേർഡ് ഇങ്ങനെ പറയുന്നു, arise and shine, your light has come. നിങ്ങളുടെ മേൽ ഭയങ്കരമായൊരു ദൈവപ്രവൃത്തി ദൈവരാജ്യത്തിനകത്ത് അമേൻ ദൈവത്തിന്റെ മഹത്വത്തെ ചുമക്കുവാൻ ക്രിസ്തുവിന്റെ തേജസ്സിനെ ചുമക്കുവാൻ കുടുംബമായിട്ടൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ മേൽ സ്വർഗം വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഈ സുമനാത്ത് നിങ്ങൾ ജോയിൻ ചെയ്തതല്ല. ഈ രാത്രി ചില കൺഫ്യൂഷൻസിനെ മാറ്റി ചില ക്ലാരിഫിക്കേഷനെ തന്ന് ആമേൻ യെശയ്യാ 60 നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടത്തക്ക രീതിയിൽ ക്രിസ്തുവിന്റെ തേജസ് നിങ്ങളുടെ മേൽ ഉദിച്ച് ഇരുളിൽ ഇരിക്കുന്ന അനേകം പേർക്ക് ഒരു പ്രകാശമായിട്ട് നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും സ്വർഗം എഴുന്നേൽപ്പിക്കും. നിങ്ങൾ എഴുന്നേൽക്കും, നിങ്ങൾ ആത്മാവിൽ എഴുന്നേൽക്കും. അമേൻ ജാതികൾ നിങ്ങളുടെ വെളിച്ചത്തിലേക്ക്, രാജാക്കന്മാർ നിങ്ങളുടെ ഉദയശോഭയിലേക്ക് വരത്തക്ക രീതിയിൽ അമേൻ ക്രൈസ്റ്റിന്റെ ഗ്ലോറി നിങ്ങളുടെ ഭവനത്തിനകത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് കർത്താവിനെ കാണിക്കുന്നു. ഞാനത് പറയുമ്പോൾ പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ബോണ്ടേജുകൾ ഈ രാത്രിയിൽ ബ്രേക്ക് ആകുക മാത്രമല്ല, ഒരു നെക്സ്റ്റ് റെലം ഗ്ലോറിയിലേക്ക് അമേൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ദൈവപ്രവൃത്തി കർത്താവിനെ കാണിക്കുന്നു. ഹല്ലേലൂയ അമേൻ. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി എത്ര പേർക്ക് അമേൻ വിശ്വസിക്കാൻ പറ്റും? എന്റെ പാരമ്പര്യം ഇട്ടേക്കുന്ന ബാരിയേഴ്സ് ആണെങ്കിലും അമേൻ ഹല്ലേലൂയ ചില ഡിനോമിനേഷൻ ഇട്ടേക്കുന്ന ബാരിയേഴ്സ് ആണെങ്കിലും ഹല്ലേലൂയ എന്റെ ഓൺ അമേൻ സോൾ അമേൻ എന്റെ സ്വന്തം അമേൻ ഹല്ലേലൂയ മനസ്സ് അമേൻ ഇട്ടേക്കുന്ന ചില ബാരിയേഴ്സ് ആണെങ്കിലും ഹല്ലേലൂയ സമൂഹം ഇട്ടേക്കുന്ന ബാരിയേഴ്സ് ആണെങ്കിലും അത് ക്രിസ്തുവിൽ ഈ രാത്രിയിൽ ബ്രേക്ക് ആകുക. ഞാൻ അത് പറയുമ്പോൾ ഈ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ഡിലേകളെ അമേൻ സ്വർഗം ഈ രാത്രി ബ്രേക്ക് ചെയ്യുന്നത് കർത്താവിനെ കാണിക്കുന്നു. അമേൻ ട്രാവലിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില തടസ്സങ്ങൾ ഈ രാത്രിയിൽ അമേൻ അത് ബ്രേക്ക് ആകുന്നു. അമേൻ ഈ ദിവസങ്ങളിൽ പാസ്പോർട്ടിനകത്ത് അമേൻ ചില സീലുകൾ വരുന്നത് പോലെ അമേൻ പാസ്പോർട്ടിനകത്ത് അമേൻ ചില അമേൻ സീലുകൾ അമേൻ വെക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടവർ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നിങ്ങൾ റിസൾട്ടുകളെ കാണും. ഹല്ലേലൂയ അമേൻ. നിങ്ങൾ നോക്കിക്കേ പ്രിയ ദൈവമക്കളെ അമേൻ അമേൻ നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിലുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും അത്രേ. എത്ര പേർ ഈ രാത്രിയിൽ ചേർന്നുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ സ്തോത്രം ചെയ്തുകൊണ്ട് പറയും ഹല്ലേലൂയ ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ്, ഞാൻ വാഗ്ദത്തങ്ങൾക്ക് അവകാശിയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ രാത്രിയിൽ നമ്മുടെ മേലൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ ബോധ്യത്തോടെ നമ്മൾ ഈ രാത്രിയിൽ ഒന്ന് അമേൻ എഴുന്നേൽക്കണം. ഹല്ലേലൂയ അമേൻ. ഞാൻ അമേൻ ഈ രാത്രിയിൽ അമേൻ നമ്മൾ എപ്പോഴും കൂടെ അമേൻ ഈ വേർഡിനകത്തോടെ ഇങ്ങനെ അമേൻ കറങ്ങി നമ്മൾ പല അമേൻ ഏരിയകൾ നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട്. ഈ രാത്രിയിൽ നിങ്ങൾ നോക്കിക്കേ, ഈ അബ്രഹാമിക് ബ്ലെസ്സിങ്ങിന്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അമേൻ അബ്രഹാം ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. നമ്മളെ എന്തുകൊണ്ട് അബ്രഹാമിന്റെ സന്തതിയായിട്ട് ദൈവം തിരഞ്ഞെടുത്തു? എന്തിനാണ് ഇങ്ങനെ ഒരു ജനറേഷനെ അമേൻ കർത്താവിന് ആവശ്യം? അമേൻ നിങ്ങളൊന്ന് നോക്കിക്കേ. അമേൻ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ ഹല്ലേലൂയ അബ്രഹാമിനെ നോക്കിയിട്ട് കർത്താവ് പറയാണ്, അബ്രഹാമേ ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തെ കാര്യം ഇതാണ്, അമേൻ അബ്രഹാമിനോടും അബ്രഹാമിന്റെ സന്തതിയോടും കർത്താവിന് അമേൻ ഒരു കാര്യം പ്രൂവ് ചെയ്യാനുണ്ട്. അമേൻ അവൻ എൽ ശദായി ആണ്.
ഈ രാത്രി നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണോ? നിങ്ങൾ എവിടെ ഇരുന്നാണോ കേൾക്കുന്നത്? അമ്മേൻ, കർത്താവിന് ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിനകത്തൂടെ പ്രൂവ് ചെയ്യാനുണ്ട്. അമ്മേൻ, ഐ ആം എൽ ഷദായ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ഹല്ലേലൂയ. അമ്മേൻ, ഞാനൊന്ന് പറയാം, നിങ്ങൾ വേദപുസ്തകം പിന്നെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയാൽ അബ്രഹാമിന്റെ സന്തതി എവിടെയെല്ലാം അമ്മേൻ ഒരു വിഷയത്തിനകത്തൂടെ പോകുന്നുണ്ടോ അവിടെയെല്ലാം കർത്താവ് ഒരു കാര്യം പ്രൂവ് ചെയ്തു, ഐ ആം എൽ ഷദായ്. നിങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കിക്കേ, അവിടെ എല്ലാം കൂടെ കൂടെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു അബ്രഹാമിന്റെ സന്തതി ഉണ്ടോ അവിടെയെല്ലാം കർത്താവ് അവർക്ക് ഒന്ന് പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഐ ആം എൽ ഷദായ്. ഈ രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ അബ്രഹാമിന്റെ സന്തതി ആകുന്നത് കൊണ്ട് ആമേൻ ഹല്ലേലൂയ, എന്റെ ദൈവം എൽ ഷദായ് ആണെന്ന് അബ്രഹാമിന്റെ ലൈഫിൽ പ്രൂവ് ചെയ്തതുപോലെ തന്നെ എന്റെ ജീവിതത്തിനകത്തും ആമേൻ എന്റെ കർത്താവ് പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇൻ ക്രൈസ്റ്റ് ജനറേഷൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ്. അബ്രഹാമിന്റെ സന്തതിയുടെ പ്രത്യേകത ഞാൻ പറയാം. ആമേൻ ഹല്ലേലൂയ. അവർക്ക് ആമേൻ ഹല്ലേലൂയ ഓഫ് സീസൺ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ആമേൻ. അബ്രഹാമിനോട് ദൈവം എപ്പോഴാ അമേൻ 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 എൽ ഷദായ് എന്ന് പറയുന്നത്? അമേൻ 99 വയസ്സായപ്പോൾ. ഹല്ലേലൂയ. നിങ്ങളുടെ വാഗ്ദത്തം ഡിലേ ആയി. അമേൻ, ഇനി എന്റെ ലൈഫിനകത്ത് ഇത് സംഭവിക്കുമോ, ഇനി ഇത് എങ്ങനെ സംഭവിക്കും എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം, യു ആർ ദ സീഡ് ഓഫ് അബ്രഹാം. അമേൻ, നിങ്ങൾക്കൊരു വലിയ പ്രത്യാശയുണ്ട്. എന്താണ്? അമേൻ ഹല്ലേലൂയ. അബ്രഹാമിന്റെ സന്തതിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച അമേൻ ഹല്ലേലൂയ ചില വാഗ്ദത്തങ്ങൾ. അമേൻ, അവരുടെ കഴിവോ അവരുടെ എബിലിറ്റിയോ നോക്കിയല്ല കർത്താവ് പകരുന്നത്. ആമേൻ, തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന്, തന്നെത്താൻ എൽ ഷദായ് എന്ന് കാണിക്കേണ്ടതിന് ആമേൻ നമ്മുടെ ദൈവം തന്റെ ബലത്തെ നമ്മുടെ മേൽ പകരും. ഈ രാത്രിയിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഞാൻ പറയുമ്പോൾ ബിസിനസിന്റെ ഡിവൈസിൽ ഇരിക്കുന്ന മോളെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ നിന്റെ ലൈഫിനകത്ത് ചില സൈനുകൾ കാണും. ആമേൻ, നിന്റെ ദൈവം എൽ ഷദായ് ആണെന്ന് ആമേൻ ഹല്ലേലൂയ പ്രൂവ് ചെയ്യത്തക്ക രീതിയിൽ ദൈവത്തിന്റെ കരം നിന്റെ മേൽ വെളിപ്പെടും. ആമേൻ, കർത്താവ് എന്നെ കാണിക്കുന്ന മോളെ, ആമേൻ, പിന്നിൽ നിൽക്കുന്ന ചില അനുഭവത്തിൽ നിന്ന് കർത്താവ് നിന്നെ കൈ പിടിച്ച് മുൻ പകുതിയിൽ കൊണ്ടുവരുന്നത്, മുൻ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത്. ആമേൻ, നിന്നെ കർത്താവ് ട്രാൻസ്ഫോം ചെയ്യും. ആമേൻ ഹല്ലേലൂയ. നിന്റെ മേൽ ഗോഡ്സ് ഡിവിനിറ്റി മാനിഫെസ്റ്റ് ആകും. നീ ആള് മാറിയതുപോലെ ആകും. അഭിഷേകത്തിന്റെ ചില പകർച്ചകൾ നിന്റെ മേൽ സംഭവിക്കും. ആമേൻ, നിനക്ക് വളരെ ചെയ്യുവാനുണ്ട്. ആമേൻ, നീ ഈ രാത്രിയിൽ ചില റെസ്പോൺസിബിലിറ്റിയിൽ എഴുന്നേറ്റാൽ കർത്താവ് പറയുന്നു, നിന്റെ ചില കോംപ്ലക്സുകളെ സ്വർഗം എടുത്തു മാറ്റി ആമേൻ നിന്റെ അഭിഷേകം നിമിത്തം ആമേൻ നിന്റെ അഡ്രസ് മാറുന്ന നിലവാരത്തിനകത്ത് നിന്റെ ലൈഫിനെ ഹോണർ ചെയ്യുന്ന ചില ദൈവ പ്രവൃത്തികൾ നിന്റെ ലൈഫിനകത്ത് സ്വർഗം ചെയ്യാൻ പോകുകയാണ്. നീ വിട്ടുകളയരുത്. നിന്റെ ദൈവം എൽ ഷദായ്. ഹി ക്യാൻ ഡു എനിതിങ് അറ്റ് എനി ടൈം ഇൻ യുവർ ലൈഫ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. എത്ര പേർ ഈ രാത്രി വിശ്വസിക്കുന്നുണ്ട്? ആമേൻ, മൈ ഗോഡ്, മൈ ഹെവൻലി ഫാദർ, ഹീസ് എൽ ഷദായ്, ഹി ക്യാൻ ഡു എനിതിങ് അറ്റ് എനി ടൈം. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ ഈ രാത്രിയിൽ ആമേൻ ഹല്ലേലൂയ ചില ഫിസിക്കൽ ബോണ്ടേജുകളെ ബ്രേക്ക് ചെയ്തിട്ട് ആത്മാവിൽ എഴുന്നേറ്റിട്ട് പറയും, ഈ എൽ ഷദായ് ദൈവം എന്റെ പിതാവാണ്. ഹല്ലേലൂയ. കാരണം എന്താണ്? ഞാൻ അബ്രഹാമിന്റെ സന്തതി ആകുന്നത് കൊണ്ട് സാഹചര്യങ്ങൾക്കപ്പുറമായിട്ട് ചില ദൈവ പ്രവർത്തികൾ എന്റെ ജീവിതത്തിനകത്ത് ആമേൻ ഞാൻ കാണും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് പ്രിയ ദൈവമക്കളെ? വിശ്വസിക്കണം. കാരണം ഹല്ലേലൂയ അബ്രഹാമിന്റെ സന്തതി വിശ്വസിക്കുന്നവരാ. ഹല്ലേലൂയ. എപ്പോഴാണ് ഈ റെലം നമ്മുടെ ലൈഫിനകത്ത് ആക്ടിവേറ്റ് ആകുന്നത്? അബ്രഹാം വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ആമേൻ. എന്നിട്ട് ആമേൻ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നോക്കേ, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ഇത് അബ്രഹാമിക് സീഡിന്റെ ആമേൻ ഒരു റെസ്പോൺസിബിലിറ്റിയാ. എന്താ? നമ്മൾ ദൈവത്തിന്റെ മുമ്പാകെ നടക്കുന്നവരായിരിക്കണം. എങ്ങനെ? നിഷ്കളങ്കതയോടെ നടക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. നമുക്കങ്ങനെ നടക്കാൻ പറ്റുമോ? യെസ്, നടക്കാൻ പറ്റും. എന്താണ് കാരണം? അമേൻ ഹല്ലേലൂയ. നമ്മൾ കൊലോസിയർ അമേൻ ഹല്ലേലൂയ അമേൻ നമ്മൾ അമേൻ ലേഖനത്തിനകത്തോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും, ഓൾറെഡി നമ്മുടെ സ്പിരിച്വൽ പൊസിഷൻ എന്താ? നമ്മൾ പിതാവായ ദൈവത്തിന്റെ മുൻപാകെ വിശുദ്ധരും കുറ്റമില്ലാത്തവരും നിഷ്കളങ്കരുമായ നമ്മളെ ദൈവം നിർത്തിയിരിക്കുന്നത്. മനസ്സിലാവുന്നതാ? ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ സ്പിരിച്വൽ പൊസിഷൻ എന്താ? ആമേൻ, നമ്മൾക്ക് കുറ്റമില്ല. എന്താ കാരണം? ആമേൻ, കുറ്റമില്ലാത്തൊരു കുഞ്ഞാടിന്റെ രക്തത്താൽ ഞാനും നിങ്ങളും കഴുകപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, ആമേൻ നമ്മളെ ആമേൻ സാങ്ക്ടിഫൈ ചെയ്തിരിക്കുന്നത് കൊണ്ട്, ഓ നമ്മുടെ ആമേൻ ഹല്ലേലൂയ യോഗ്യതയൊന്ന് നോക്കിക്കേ. വിശുദ്ധർ, ഹാഗിയോസ്, ഹല്ലേലൂയ അനാക്ലൈറ്റസ്, അമാമോസ് എന്ന് പറഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ ഒരു രീതിയിലും ആമേൻ പാപം ചെയ്യാത്ത, കുറ്റമില്ലാത്ത, ആമേൻ നിഷ്കളങ്കതയോടെ നിൽക്കുന്ന തലമുറ. എന്റെ പ്രിയ ദൈവങ്ങളെ, നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ പൊസിഷനിൽ ഒന്ന് നിന്നു കൊടുത്താൽ മതി.
കാരണം എന്താ? അബ്രഹാമിന്റെ സന്തതി എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ഒരു പൊസിഷനകത്ത് തന്നു? കാരണം ഇങ്ങനെ ഒരു സന്തതിയെ ദൈവത്തിന് വേണം. അവർ ദൈവം മുമ്പാകെ ഇതേ പൊസിഷനകത്ത് നിൽക്കണം. അവരുടെ മേൽ ദൈവത്തിന് അനുഗ്രഹം പകരണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി അമേൻ എത്ര പേർക്ക് അങ്ങോട്ടൊന്ന് പറയാൻ പറ്റും, കർത്താവെ അടിയനിത അങ്ങ് തന്ന സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റിയിൽ അമേൻ വിശുദ്ധ എന്ന പദവിയോടെ, നിഷ്കളങ്ക എന്ന പദവിയോടെ, കുറ്റമില്ലാത്തവൾ എന്ന പദവിയോടുകൂടെ ഞാനിതാ നിൽക്കുന്നു. പറയാൻ പറ്റുമോ പ്രിയ ദൈവമക്കളെ? അമേൻ. ഹല്ലേലൂയ. വെളിപ്പാടിൽ പറയണം. ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ പറയണം. കാരണം എന്താണ്? അമേൻ. ഈ തലമുറയ്ക്കകത്ത് അനേകർ പാപത്തിനകത്തും ശാപത്തിനകത്തും പൈശാചിക നുഖത്തിനകത്തും തെറ്റിപ്പോകുമ്പോൾ, തെറ്റിപ്പോകാത്ത ഒരു അബ്രഹാമിന്റെ തലമുറ ഈ ജനറേഷനിൽ ദൈവത്തിന് ആവശ്യമാണ്. എന്തിനാണ്? താൻ എൽ ഷഡായ് എന്ന് ദൈവത്തിന് വെളിപ്പെടുത്തേണ്ടത്. ഹല്ലേലൂയ. എന്നിട്ട് നോക്കിക്കേ, എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും. ആമേൻ എന്നവൻ അരുളി ചെയ്തു. ഹല്ലേലൂയ. നോക്കിക്കേ, എന്തിനാണ് അബ്രഹാമിന്റെ സന്തതി? ആമേൻ. കർത്താവിനെ ആമേൻ ഹല്ലേലൂയ ഷോർട്ട് ടൈം പ്രോഗ്രാമുകൾ ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവ് ഇറങ്ങി വന്നു, നിങ്ങളെ വിടുവിച്ചു, പിന്നെ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക്, കർത്താവിന്റെ വഴിക്ക്. ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ ദൈവത്തിനില്ല. നമ്മുടെ ദൈവം ഹല്ലേലൂയ നിത്യനായ ദൈവമാണ്. ആമേൻ. നിത്യത മുതൽ നിത്യത വരെയുള്ള ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിന്റെ അടുക്കൽ ആമേൻ ഷോർട്ട് ടൈം ആമേൻ വിഷയങ്ങൾ ഇല്ല, ഷോർട്ട് ടൈം സൊല്യൂഷൻസ് ഇല്ല. ആമേൻ. ഒന്ന് നിങ്ങളുടെ മേൽ കൈവച്ചിട്ടെന്ന് പറഞ്ഞ് എന്റെ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി നിത്യത വരെ തുടരുന്ന നിത്യമായ പദ്ധതി. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? അബ്രഹാമിനോട് പറയുകയാണ്, ആമേൻ എന്റെ നിയമം ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ ഞാൻ ആമേൻ നിന്റെ മധ്യേ ആമേൻ എന്നേക്കും സ്ഥാപിക്കും. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ആമേൻ ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിക്കും. ഈ രാത്രിയിൽ അബ്രഹാമിന്റെ സന്തതിയെ ആമേൻ ഹല്ലേലൂയ നിങ്ങൾ വർദ്ധിക്കേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയാ. വിശുദ്ധ സന്തതി വർദ്ധിക്കേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയാ. ഹോളി ജനറേഷൻ വർദ്ധിക്കേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ആമേൻ ഹല്ലേലൂയ. ഈ രാത്രി ആമേൻ എന്നെ കേൾക്കുന്ന സാറമാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ, എന്നിലൂടെ ആമേൻ ജനറേഷൻസ് ഉരുവാകണം. ഹോളി ജനറേഷൻസ് ആമേൻ ഹല്ലേലൂയ. ഹോളിയായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്ന തലമുറകൾ എഴുന്നേൽക്കണം. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നിന്നെ ഞാൻ അധികമായി വർദ്ധിപ്പിക്കും. ഇതേ 105 സങ്കീർത്തനത്തിനകത്ത് നമ്മൾ അടുത്ത വേർഡിനകത്തൊക്കെ നമ്മൾ നോക്കിയാൽ അവിടെ പറയുന്നു, അമേൻ അവരെന്ന് അമേൻ ഹല്ലേലൂയ അമേൻ അല്പജനമായിരുന്നു. അതെ, വെറും 70 പേർ അല്ലെങ്കിൽ 73 പേർ ഇവരാണ് മിസ്രൈമിലേക്ക് പോയത്. പക്ഷെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ എൻ്റെ പ്രിയ ദൈവമക്കളെ അമ്മേൻ ഹല്ലേലൂയ അമ്മേൻ പുരുഷന്മാർ 6 ലക്ഷം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അമ്മേൻ ദൈവം വാഗ്ദത്തം ചെയ്താൽ അവൻ വാക്കു മാറത്തില്ല. ഈ രാത്രി അബ്രഹാമിന്റെ സന്തതിയെ നോക്കി അമ്മേൻ പരിശുദ്ധാത്മാവ് നീ അത്യന്തം വർദ്ധിക്കുമെന്ന് നിങ്ങളെ നോക്കി പറയുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഒന്ന് പറഞ്ഞേ അമ്മേൻ ഹല്ലേലൂയ ഞാൻ വർദ്ധിക്കുമെന്ന് എൻ്റെ ദൈവം എന്നെ നോക്കി പറഞ്ഞാൽ നിശ്ചയമായും എൻ്റെ കർത്താവ് അത് ചെയ്യും. അത് സാഹചര്യത്തിനനുസരിച്ചല്ല. ആമേൻ. ഈവൻ ഇൻ ദ ഈജിപ്ത് ആമേൻ ആമേൻ. നോക്കിക്കേ, മിസ്രൈമിൽ പോലും അസാധാരണമായ വർധനവിനെയാണ് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ജനം കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, സാഹചര്യത്തിന് വാഗ്ദത്തത്തെ ബൈൻഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. This is the truth. സാഹചര്യത്തിന് ഒരിക്കലും വാഗ്ദത്തത്തെ ആമർച്ച ചെയ്തു വെക്കാൻ പറ്റത്തില്ല. ഇന്ന് നിങ്ങളെ നോക്കി തന്നെ നിങ്ങളൊന്ന് പറഞ്ഞേ, ആമേൻ എന്റെ സാഹചര്യത്തിന് എന്റെ മേലുള്ള വാഗ്ദത്തത്തെ അടിച്ചമർത്തി വെക്കുവാൻ പറ്റത്തില്ല. പ്രതികൂല സാഹചര്യമാണെങ്കിൽ ഞാൻ അധികം വർദ്ധിക്കും. ഹല്ലേലൂയ. ഒന്ന് എത്ര പേർക്ക് വിളിച്ചു പറയാൻ പറ്റും? ആമേൻ. പൈശാചിക മണ്ഡലമേ നീ പ്രതികൂല സാഹചര്യം ഇട്ടാൽ ഞങ്ങൾ അത്യന്തം വർദ്ധിക്കും, ഞാൻ അത്യന്തം വർദ്ധിക്കും. ബിക്കോസ് ഐ ആം ദ സീഡ് ഓഫ് അബ്രഹാം. ഹല്ലേലൂയ. ഒന്ന് വിളിച്ചു പറഞ്ഞേ, സാഹചര്യത്തെ നോക്കി ഇത് വിളിച്ചു പറഞ്ഞേ. ആമേൻ. നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ ആമേൻ ഹല്ലേലൂയ റെഡി ആയാൽ പൈശാചിക മണ്ഡലം അതിന്റെ മേൽ ജയമെടുക്കും. എന്നാൽ ഈ രാത്രി കോംപ്രമൈസ് ചെയ്യുന്നവരെ അല്ല, വാഗ്ദത്തത്തെ വിളിച്ചു പറഞ്ഞ് ആമേൻ വാഗ്ദത്തത്തെ അവകാശമാക്കുന്ന ഒരു തലമുറയെ കർത്താവിന് ആവശ്യം. ആമേൻ. ഒന്ന് വിളിച്ചു പറയാമോ? ആമേൻ ഞാൻ നിശ്ചയമായും വർദ്ധിക്കും. ഹല്ലേലൂയ. ഞാൻ നിശ്ചയമായും വർദ്ധിക്കും. ആമേൻ. എങ്ങനെ വർദ്ധിക്കും? ഹല്ലേലൂയ. സാഹചര്യമില്ലെങ്കിലും എന്നോട് കൂടെയുള്ളവൻ എൽ ഷദായ്, എന്നോട് കൂടെയുള്ളവൻ എൽ ഷദായ്. ആമേൻ. എൽ ഷദായ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ഇതിനകത്ത് തന്നെ ഞാൻ വർദ്ധിക്കും. ഇപ്പോൾ നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ നോക്കിയിട്ട് പറഞ്ഞേ, ഇതിനകത്ത് തന്നെ ഞാൻ വർദ്ധിക്കും. ആമേൻ. നിങ്ങളിത് പറയുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിയുടെ അളവറ്റ വലിപ്പത്താൽ ആമേൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്താംബരമായി ചെയ്യുവാൻ കഴിയുന്ന കർത്താവ് ആമേൻ ചില എൻലാർജനിങ് ആമേൻ ചില വൈഡനിങ് നിങ്ങളുടെ ലൈഫിനകത്ത് ചെയ്യും. ഹല്ലേലൂയ. കർത്താവിന് അത് ചെയ്തേ പറ്റത്തുള്ളൂ.
അമേൻ ജീസസ്, ഹല്ലേലൂയ. അമേൻ. ഈ അമേൻ മാളു എന്നുള്ള അമേൻ ഡിവൈസിനകത്ത് അമേൻ നിങ്ങൾ ചില വിശാലതയിലോട്ട് വരും. സ്വന്തമായിട്ടുള്ള ചില നന്മകളെ നിങ്ങൾ അവകാശമാക്കും. ഹല്ലേലൂയ. സ്വന്തമെന്ന് പറയാൻ ചിലതിനെ കർത്താവ് നിങ്ങളുടെ കരത്തിൽ ഹാൻഡ് ഓവർ ചെയ്യും. അമേൻ. നിങ്ങളുടെ വിശ്വസ്തതയെ കർത്താവ് മാനിച്ച്, അമേൻ, ഹല്ലേലൂയ, അമേൻ, കർത്താവ് അധികം ചില താലന്തുകൾ നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ പകരുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. ഒരു കാലത്ത് അമേൻ നീ ചുമന്ന ചില നിന്ദകൾ, ഒരു കാലത്ത് അമേൻ നീ അനുഭവിച്ച ചില പ്രതികൂലങ്ങൾ, അമേൻ നീ അമേൻ വിത്തു ചുമന്നുകൊണ്ട് അമേൻ അമേൻ ഭാരത്തോടെയും ദുഃഖത്തോടെയും വിതച്ചു. എന്നാൽ ആർപ്പോടെ ചില കൊയ്ത്തുകൾ നിന്റെ മുമ്പിലുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രി നിന്നോട് പറയുകയാണ്. ഹല്ലേലൂയ. ഈ രാത്രി എത്ര പേർ പറയും, ഒരെൽ ശദായ് എന്റെ കൂടെയുണ്ട്, എന്റെ ദൈവം, അമേൻ, ഹല്ലേലൂയ, അമേൻ, എന്റെ മേൽ വെച്ചിരിക്കുന്ന വാഗ്ദത്തം, ഹല്ലേലൂയ, അമേൻ അമേൻ അമേൻ, അത് ഒരു ഷോർട്ട് ടേം അല്ല, അതൊരു ലോങ് ടേം അമേൻ ദൈവപ്രവൃത്തിയാണ്. ഹല്ലേലൂയ. നിങ്ങൾ അതിന്റെ അമേൻ 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 7th വേർഡിലോട്ട് വരുമ്പോൾ നോക്കിക്കേ, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എന്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്. അത് നമ്മൾ 105 സങ്കീർത്തനത്തിനകത്ത് വായിച്ചത്. നോക്കിക്കേ, എന്തിനാ? അമ്മേ, നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന്. അമേൻ. എത്ര പേർക്ക് അമേൻ ഈ വേർഡ് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എനിക്ക് മാത്രമല്ല, എനിക്ക് ശേഷം എന്റെ സന്തതിക്കും. അമേൻ. കാലം, ഹല്ലേലൂയ, ഭയങ്കരമായിട്ട് അമേൻ AI ജനറേഷൻ എഴുന്നേൽക്കുമ്പോൾ എന്റെ പ്രിയ ദൈവമക്കളെ, അമേൻ, ദൈവം എനിക്ക് മാത്രമല്ല എന്റെ തലമുറയ്ക്കും അമേൻ എന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിനാണ് എന്നെ വിളിച്ചത് എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? അമേൻ. ഈ വാഗ്ദത്തത്തെ നിങ്ങൾ അങ്ങോട്ട് എത്ര പേർ ഓർപ്പിക്കും? കർത്താവേ, അങ്ങ് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് മാത്രമല്ല എനിക്ക് ശേഷം എന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടത്. എന്റെ സന്തതിക്ക് മാത്രമല്ല, ഹല്ലേലൂയ, ആമേൻ. എത്ര പേർ പറയും, നിന്റെ ശേഷം തലമുറ തലമുറയായി, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എത്ര പേർ പറയും, കർത്താവിന്റെ വരവ് വരെയും ആമേൻ എന്റെ ജനറേഷൻ, എന്റെ തലമുറകൾ സത്യദൈവത്തെ ആരാധിക്കും. ആമേൻ. സത്യദൈവത്തിനു വേണ്ടി നിൽക്കും. അവർ വഴിതെറ്റി പോകത്തില്ല. ആമേൻ. 1000 തലമുറ വരെയും ദയയെ ഓർക്കുന്ന ദൈവം, വചനത്തെ ഓർക്കുന്ന ദൈവം, എനിക്ക് ശേഷവും തലമുറ തലമുറ എന്റെ കർത്താവിന്റെ വരവ് വരെയും ആമേൻ ഞാനുമായിട്ട് എന്റെ ദൈവം ഈ രാത്രി ഒരു ഉടമ്പടിയെ, നിത്യ നിയമത്തെ സ്ഥാപിക്കുന്നു എന്ന് ഉറപ്പുള്ളവർ ഒരാമേൻ പറയാമോ? പ്രിയദൈവങ്ങളെ, നമ്മൾ ഇന്നലെ കണ്ട ജനറേഷൻ അല്ല, 100 വർഷം മുമ്പുള്ള ജനറേഷൻ അല്ല. ഹല്ലേലൂയ. ഇന്ന് പകലിൽ കുഞ്ഞുങ്ങളുടെ സ്കൂളിനകത്ത് അമേൻ അവർ ഡെമോ കാണിച്ചത് റോബോട്ടിനെയാ. ഹല്ലേലൂയ. എവിടെയോ കണ്ടതെല്ലാം അമേൻ ഇന്ന് അമേൻ അമേൻ ഇടുക്കി പട്ടണത്തിനകത്ത്, ഇടുക്കിക്കകത്താ നിങ്ങൾ ആലോചിക്കണം. അങ്ങനെയാണെങ്കിൽ അടുത്ത ജനറേഷൻ എന്തായിരിക്കും? ഹല്ലേലൂയ. അമേൻ. ഇന്ന് പകലിൽ അമേൻ സ്കൂളിൽ പറഞ്ഞ 1-2 കാര്യമാണ്. ChatGPT ചോദിച്ചാൽ എന്തും അതിന് ആൻസർ ഉണ്ട്. ഇങ്ങനെ ഒരു ജനറേഷൻ എഴുന്നേൽക്കുന്ന സമയത്ത് അമേൻ, ഹല്ലേലൂയ, സത്യദൈവത്തിന്റെ ആവശ്യമില്ല എന്നൊരു അടുത്ത തലമുറ അമേൻ അമേൻ എഴുന്നേറ്റെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്റെ തലമുറയും നിങ്ങളുടെ തലമുറയും ഉണ്ടാകരുത്. കാരണം എന്താണ്? ഹല്ലേലൂയ, അബ്രഹാമിന്റെ സന്തതിയോട് ദൈവം ചെയ്ത വാഗ്ദത്തം, ആമേൻ, എനിക്ക് ദൈവമായിരിക്കുന്നവൻ എന്റെ സന്തതിക്കും സന്തതിയുടെ സന്തതി വരെയും ആമേൻ കർത്താവിന്റെ വരവ് വരെയും ആമേൻ, ഹല്ലേലൂയ, അവൻ എന്റെ കുഞ്ഞുങ്ങൾക്കും എന്റെ തലമുറയ്ക്കും ദൈവമായിരിക്കും. നിത്യനിയമത്തെ വിട്ട് കളയരുത്. ഈ രാത്രിയിൽ എന്റെ പ്രിയ ദൈവമക്കളെ, നമ്മൾ നിൽക്കുന്ന ഈ ജനറേഷനകത്ത് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് പറയണം, കർത്താവേ, നിത്യ നിയമം ഈ രാത്രി എന്റെ മേൽ ആക്റ്റീവായേ പറ്റത്തുള്ളൂ. പല രാജാക്കന്മാരുടെ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കിക്കേ, അവർ തെറ്റിപ്പോകുമ്പോൾ അവർ ചില അമേൻ പ്രശ്നങ്ങൾക്കകത്ത് പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം അമേൻ വചനം പറയുന്നു, അവൻ അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി ഓർത്തു. അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി എത്ര നല്ല ദൈവം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അമ്മേൻ, ഹല്ലേലൂയ, ഈ രാത്രി അമ്മേൻ നമുക്ക് ശേഷം നമ്മുടെ തലമുറയെ കർത്താവ് ഓർത്തിരിപ്പാൻ, അവരുടെ തലമുറയുടെ തലമുറയെ കർത്താവ് ഓർത്തിരിപ്പാൻ അമ്മേൻ ആ സമയത്ത് കർത്താവ് എന്റെ മുഖത്തെ ഒന്ന് ഓർക്കുമെന്ന് എത്ര പേർക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റും? അമ്മേൻ. നെക്സ്റ്റ് അമ്മേൻ 4th ജനറേഷൻ ആണെങ്കിലും 5th ജനറേഷൻ ആണെങ്കിലും അതിനു നമ്മുടെ കർത്താവ് വരും. ഹല്ലേലൂയ. പക്ഷേ ഈ വചനാടിസ്ഥാനത്തിൽ എത്ര പേർക്ക് പറയാൻ പറ്റും, അപ്പോ എന്റെ മുഖത്തെ എന്റെ കർത്താവ് ഓർക്കും, ഞാൻ എന്റെ ജനറേഷനകത്ത് എന്റെ കർത്താവിനോടുകൂടെ നിൽക്കുന്നതും നടക്കുന്നതും എല്ലാം കണക്കിൽ വെച്ച് ഹല്ലേലൂയ തലമുറകൾക്ക് അമ്മേൻ അതൊരു അനുഗ്രഹമാക്കി എന്റെ ദൈവം മാറ്റും എന്ന് പറയാൻ കഴിയുന്നവർ. ഞാൻ പിന്നെ നിങ്ങളോട് പറയാം, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമുക്ക് സമ്പാദിക്കാൻ ഒന്നേ ഉള്ളൂ, ദൈവകൃപ. ഹല്ലേലൂയ. അത് സമ്പാദിച്ചാൽ നിങ്ങൾ വിജയിച്ചു. എന്താന്ന് ഞാൻ കാര്യം പറഞ്ഞു തരട്ടെ. നമ്മൾ സമ്പാദിക്കുന്ന പണമോ നമ്മൾ സമ്പാദിക്കുന്ന വീടോ നമ്മൾ സമ്പാദിക്കുന്ന ഇത് അവർക്കും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ സമ്പാദിക്കുന്ന ദൈവകൃപയുണ്ടല്ലോ, അത് തലമുറ തലമുറയായിട്ട് നിലനിൽക്കും. പ്രിയ ദൈവമക്കളെ,
നിങ്ങൾ ഈ ജനറേഷനിൽ ദൈവത്തോടു കൂടെ നടക്കുന്നതിന് ദൈവം വിശ്വസ്തനായി തലമുറയായും അമേൻ ചില ദൈവപ്രവർത്തികളെ അമേൻ കർത്താവ് ചെയ്തെടുക്കും. ഞാൻ പറയുമ്പോൾ ജോളി ഐസക് എന്ന് പറയുന്ന ഡിവൈസിനകത്ത് അതിന്റെ തലമുറകളെ ഓർത്ത് ചില ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ പോവുകയാണ്. അമേൻ, ഹാലലൂയ. ദൈവം ചിലതിനെ ഓർമ്മയിൽ വെച്ചുകൊണ്ട് അമേൻ ചില ദൈവ പ്രവർത്തികളെ നിങ്ങളുടെ ഭവനത്തിനകത്ത് ചെയ്യുന്നു. ഞാൻ കാണുന്നു കർത്താവിന്റെ ബലമുള്ള കൈ ചിലതിനെ പിടിച്ചു വേർതിരിച്ച് അമേൻ ചിലതിനെ ദൈവനാമത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് നിലനിർത്തുന്നത്. അമേൻ. നിങ്ങളുടെ അമേൻ ജനറേഷൻ അകത്ത് കഴിഞ്ഞ തലമുറയെല്ലാം അനേകം പേർ പട്ടുപോയി, അനേകം പേർ വീണുപോയി. എന്നാൽ ആന്റി ഇന്ന് പകൽ നിങ്ങൾ അമേൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് അമേൻ സ്വർഗം മാനിച്ചിട്ട് നിങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ചില റിസൾട്ടുകൾ, ചില മറുപടികൾ വരുന്ന ഒരു ദൈവപ്രവൃത്തി കർത്താവ് അതിനകത്ത് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ രാത്രി കേൾക്കുന്ന പ്രിയ ദൈവം മക്കളെ, ആമേൻ, ഈ നിത്യ നിയമത്തെ വിട്ടുകളയരുത്. ആമേൻ, നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു കാര്യം പറയാൻ പറ്റണം, കർത്താവെ എന്നോടും ആമേൻ ഹല്ലേലൂയ ആമേൻ അങ്ങ് ചില നിത്യ നിയമത്തെ ചെയ്ത് എന്റെ തലമുറയോടും ആ അബ്രഹാമിക് കവണന്റിനെ ആമേൻ അങ്ങ് ഓർക്കണം. ഹല്ലേലൂയ. എന്റെ പ്രിയങ്ങൾ, ഇത് എത്ര വലിയ ഭാഗ്യമാ. നമ്മൾ ഈ അബ്രഹാമിക് ജനറേഷനകത്ത് വന്നിരിക്കുന്നത് കൊണ്ട് പ്രവൃത്തിയാലുള്ളൊരു നീതീകരണമല്ല, പ്രവൃത്തിയാലുള്ളൊരു അനുഗ്രഹമല്ല, മറിച്ച് അമേൻ ഹല്ലേലൂയ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഹല്ലേലൂയ അബ്രഹാമിനോട് ചെയ്ത അമേൻ ഉടമ്പടിയെ ഓർത്ത് തലമുറയായിട്ട് അമേൻ ഹല്ലേലൂയ അമേൻ ചില ദൈവ പ്രവൃത്തികളെ ചെയ്യുന്ന കർത്താവ്. നിങ്ങൾ നോക്കിക്കേ, അമേൻ, നമ്മൾ വിശ്വസിച്ച സെക്കൻഡിൽ തന്നെ നമ്മൾ അബ്രഹാമിന്റെ സന്തതിയാകുന്നു. അബ്രഹാമിന്റെ മേൽ ഏത് ആത്മതലമാണോ ഓപ്പറേറ്റ് ആയിരുന്നത് അത് എളുപ്പത്തിൽ നമ്മുടെ ജീവിതത്തിനകത്ത് അമേൻ വെളിപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അമേൻ ഹല്ലേലൂയ ഈ ക്രിസ്തീയ ജീവിതം എത്ര ബ്ലസ്സഡ് ആണ്. കാരണം എന്താ? ഒരു അബ്രഹാം ദൈവത്തോടു കൂടെ നടന്നത് കൊണ്ടല്ലേ. അമേൻ. അങ്ങനെയാണെങ്കിൽ ഈ ജനറേഷനിൽ നമുക്ക് കർത്താവിന്റെ കൂടെ ഒന്ന് അമേൻ കർത്താവിനോട് ചേർന്ന് നടക്കാൻ പറ്റിയാൽ, അബ്രഹാമിന്റെ സ്നേഹിതൻ എന്ന് അമേൻ ദൈവം തന്റെ വാ കൊണ്ട് അരുളി ചെയ്തതുപോലെ ഈ ജനറേഷനിൽ എന്റെയും നിങ്ങളുടെയും പേര് പറഞ്ഞ് അമേൻ ഹല്ലേലൂയ കർത്താവിന് അമേൻ നമ്മുടെ ഐഡന്റിറ്റിയിൽ ചിലത് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ അമേൻ ഞാൻ പറയും അവിടെ നമ്മൾ ജയിച്ചു. അവിടെ നമ്മൾ ചിലത് സമ്പാദിച്ചു, അവിടെ ചിലത് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. എന്താ? അമേൻ ഹല്ലേലൂയ തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള ചില ബ്ലെസ്സിങ്. ആമേൻ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം, കർത്താവ് എന്റെ സ്വർഗീയ അക്കൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടോ? ഫിസിക്കൽ അക്കൗണ്ടിൽ ഒന്നും ഇല്ലെങ്കിലും ഹെവൻലി അക്കൗണ്ടിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? അമ്മേൻ. ഇല്ലെങ്കിൽ എന്റെ പ്രിയ ദൈവമക്കളെ, ഈ രാത്രിയിൽ അമ്മേൻ ഹല്ലേലൂയ ചില ദൈവ കൃപയെ അമ്മേൻ ചില അമ്മേൻ ദൈവികമായ ബ്ലെസ്സിങ്സിനെ നമ്മൾ ശേഖരിച്ചു വെക്കേണ്ട ഒരു ടൈമിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. കാരണം നശിച്ചു പോകുന്ന ഈ തലമുറയ്ക്കകത്ത് എന്നെ കേൾക്കുന്ന ഓരോ ദൈവ മക്കൾക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ചിലതിനെ അബ്രഹാമിന്റെ സന്തതിയായി വലിച്ചെടുക്കുക, ചിലതിനെ അബ്രഹാമിന്റെ സന്തതിയിലേക്ക് കൊണ്ടുവരിക. ആമേൻ. അതിന് നിങ്ങളെ ദൈവം യൂസ് ചെയ്യും. ഈ രാത്രി കേൾക്കുമ്പോൾ അമേൻ ഹല്ലേലൂയ നമ്മൾ നമ്മുടെ അമേൻ നമ്മുടെ അമേൻ ഉദരത്തിൽ നിന്ന് വന്ന ഒരു ജനറേഷനെ മാത്രമല്ല, ചുറ്റും കിടക്കുന്ന അമേൻ തീക്കകത്ത് കിടക്കുന്ന അനേകം പേരെ അബ്രഹാമിന്റെ സന്തതിയാക്കി മാറ്റുവാനുള്ളൊരു വിളി അമേൻ ഒരു അനോയിന്റിങ് എന്റെ മേൽ ഉണ്ട് എന്ന് എത്ര പേർക്ക് ഈ രാത്രി തിരിച്ചറിയാൻ പറ്റും? അമേൻ ഹല്ലേലൂയ ഇത് എന്റെ വിളിയാണ്, എന്റെ തിരഞ്ഞെടുപ്പാണ്. അമേൻ എനിക്കത് കഴിയണം എന്ന് എത്ര പേർ ഈ രാത്രി പറയാം? ഹല്ലേലൂയ. വേണം പ്രിയ ദൈവമക്കളെ, ഒന്നുമില്ലെങ്കിലും മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാനെങ്കിലും നമ്മളെ കൊണ്ട് പറ്റണം. അമേൻ. ഒരു സോദോമിന് വേണ്ടി അബ്രഹാം അമേൻ ഇടിവിൽ നിന്നെങ്കിൽ അമേൻ ഹല്ലേലൂയ അമേൻ നശിച്ചു പോകുന്ന സോദോമിനകത്ത് അബ്രഹാമിന്റെ വേണ്ടപ്പെട്ടവരൊന്നുമില്ല, അബ്രഹാമിന്റെ അമേൻ ബന്ധുവേ ഉള്ളൂ. പക്ഷെ ഒന്ന് നോക്കിക്കേ, സ്വന്തം പുത്രന് വേണ്ടി അവൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. സ്വന്തം പുത്രനെ അമേൻ ഹോമയാഗം അമേൻ കഴിക്കാൻ പറഞ്ഞപ്പം അബ്രഹാം അവിടെ ഒരു റെക്കമെൻഡേഷന് വെച്ചില്ല. കർത്താവെ ഇന്ന് വേണോ? അമേൻ 10 വർഷം കഴിഞ്ഞിട്ട് പോരെ? അബ്രഹാം അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്താൽ ദൈവം ചെയ്യത്തില്ലേ? ചെയ്യും. പക്ഷേ സ്വന്തം പുത്രന് വേണ്ടി ചെയ്യാത്തവൻ ഹല്ലേലൂയ നശിച്ചു പോകുന്ന ഒരു പട്ടണത്തിന് വേണ്ടിയിട്ട് ചെയ്തു. ഈ രാത്രി അബ്രഹാമിന്റെ സന്തതി ഉണ്ടെങ്കിൽ ആമേൻ ഇടിവിൽ നിൽക്കേണ്ടത് എന്റെയും നിന്റെയും ദൗത്യമാണെന്ന് ആമേൻ ഈ രാത്രി തിരിച്ചറിഞ്ഞോണം. ആമേൻ. ഞാൻ കേതപോലെ അറിയത്തില്ല ഈ പ്ലാറ്റ്ഫോമിൽ ഞാനത് ഷെയർ ചെയ്യാമോന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആമേൻ വരുന്ന ഓരോ ഫോൺ കോളിനകത്ത് എനിക്ക് റിപ്ലൈ പറയാൻ പോലും അറിയത്തില്ല പ്രിയ ദൈവമക്കളെ. കാരണം ഞാൻ അത്ര ഹെൽപ്ലെസ് ആയി പോയി ചില സിറ്റുവേഷൻസിനകത്ത്. കാരണം എന്നാന്നറിയാമോ? എന്നോട് ക്ഷമിക്കണം, ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്. കാരണം നമ്മൾ നിൽക്കുന്ന കാലത്തെ ഒന്ന് തിരിച്ചറിയാൻ ആമേൻ എന്നെ വിളിച്ച 15 വയസ്സുകാരൻ പറഞ്ഞ കാര്യം എന്നറിയാമോ? ആമേൻ എന്നെ എന്റെ പാപത്തിന് പ്രേരിപ്പിക്കുന്നത് ആമേൻ എന്റെ ഗ്രാൻഡ് മദറാ. ഹല്ലേലൂയ. അമേൻ. ഞാൻ അവനോട് എങ്ങനെ കടിച്ചു പിടിച്ച് അത്രയും നേരം സംസാരിച്ചെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നില വിളിച്ചിട്ട് ദൈവസന്നിധിയിൽ പറഞ്ഞു, കർത്താവേ ഈ അഭിഷേകം പോരാ, ഈ കൃപ പോരാ. ആമേൻ. ചിലത് കേൾക്കാനൊരു മനക്കെട്ടി മാത്രമല്ല, ചിലതിനൊരു സൊല്യൂഷനായിട്ട് മാറുവാനുള്ളൊരു അഭിഷേകം കൂടെ തരണമെന്ന് ഞാൻ ചോദിക്കട്ടെ. ഈ തെറ്റിപ്പോകുന്ന തലമുറയ്ക്കകത്ത് ചിലതിനെ തീയിൽ നിന്ന് വലിച്ചിടാൻ ഹല്ലേലൂയ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും അല്ലാതെ ആമേൻ ആരീ രാത്രി റെസ്പോൺസിബിലിറ്റിയിൽ എഴുന്നേൽക്കും?
എങ്ങനെ നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ ഡീൽ ചെയ്യും? ഹല്ലേലൂയ. ആമേൻ. ഞാനൊന്ന് പറയാം. ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങ് ഇതിനകത്ത് ഇറങ്ങി എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. ആമേൻ. മൂന്നാമത് ഒരുവനാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നവനോട് പറയാം. പക്ഷെ സ്വന്തം ആമേൻ വീടിനകത്ത് നടക്കുന്ന സംഭവത്തിനകത്ത് ആമേൻ അവന്റെ ജീവന് പോലും ഭീഷണിയായി നിൽക്കുന്ന സമയത്ത് ആമേൻ ഡിവൈൻ സൊല്യൂഷൻ, അതും ആമേൻ ഹല്ലേലൂയ, അവന് ആമേൻ പക്ക ഹിന്ദു കുഞ്ഞ, അവന് ദൈവം ആരും നടത്തില്ല, യേശു എന്നുള്ള പേര് പോലും നേരെ അറിയത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ചോദിക്കട്ടെ, ആമേൻ ഹല്ലേലൂയ, നമ്മൾ ഇടിവിൽ നിന്നില്ലെങ്കിൽ പ്രിയ ദൈവമക്കളെ ആര് തലമുറയിൽ നിൽക്കും? ഇപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതം, നമ്മൾ ലോകം എങ്ങനെ പോകുന്നു നിങ്ങൾക്കൊന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? നമ്മൾ എന്ത് സേഫ് സോണിനകത്താ നിൽക്കുന്നത്? പക്ഷെ എന്തുകൊണ്ട് എന്നെയും നിങ്ങളെയും ഒരു അബ്രഹാമിന്റെ തലമുറയാക്കി ദൈവം എഴുന്നേൽപ്പിച്ചു? യഥാർത്ഥ അനുഗ്രഹം എന്റെ മേലും നിങ്ങളുടെ മേലും ആണ്. മറ്റുള്ളവർക്ക് കാണണ്ടേ? യഥാർത്ഥമായിട്ടുള്ള ജീവൻ യേശുവിന്റെ അടുക്കലാന്ന് എന്നെയും നിങ്ങളെയും കണ്ടിട്ട് ഒരു തലമുറയ്ക്ക് തോന്നണ്ടേ? യഥാർത്ഥമായിട്ട് പാപമില്ലാത്തൊരു ജീവിതം ഉണ്ടെന്ന്, യഥാർത്ഥത്തിൽ ബന്ധങ്ങളെ കീപ്പ് ചെയ്യാൻ അറിയാവുന്ന ഒരു തലമുറയുണ്ടെന്ന് എന്നെയും നിങ്ങളെയും കണ്ടിട്ട് വേണ്ടി അടുത്ത ജനറേഷൻ പഠിക്കാൻ. എത്ര കാലം നമ്മൾ രഹസ്യ ക്രിസ്ത്യാനികളായിരിക്കും? എത്ര കാലം നമ്മൾ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തവരായിട്ടിരിക്കും? ഹല്ലേലൂയ. ആമേൻ. എന്റെ പ്രിയ ദൈവമക്കളെ, ആമേൻ, ശരിക്കും പറഞ്ഞാൽ ആമേൻ, എനിക്ക് വേറൊരു വ്യക്തിയോട് പറയാൻ പറ്റത്തില്ല കുഞ്ഞു പറയുന്ന കാര്യങ്ങൾ. കാരണം അവൻ അറിയത്തില്ല, അവൻ എന്താ ചെയ്യുന്നതെന്ന് പോലും അവൻ അറിയത്തില്ല. ഹല്ലേലൂയ. എനിക്കറിയാവുന്ന ഭാഷയിലൊക്കെ ഞാൻ അവനോട് സുവിശേഷം പറഞ്ഞു. അമ്മേൻ. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. അമ്മേൻ, വെറുതെ അല്ല ദൈവം ആ ഫോൺ കോൾ വരുത്തിച്ചത്. അമ്മേ, ഞാൻ ഒന്നും കൂടെ ആത്മാവിൽ എഴുന്നേൽക്കണം. അമേൻ. ഹല്ലേലൂയ. ചർച്ചുണ്ട്, സഭയുണ്ട്. അമേൻ. ഹല്ലേലൂയ. അമേൻ. അത്യാവശ്യം നിൽക്കാനുള്ള ബാക്കിയുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ട് എന്റെ പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മൾ ഇത്രയും കരുതുന്നു. പക്ഷെ നമ്മൾ തിരിച്ച് സ്വർഗത്തിന് എന്താ ചെയ്യുന്നത്? പാപം ഇങ്ങനെ അമേൻ ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെ മേൽ പോലും വാഴ്ച നടത്തുമ്പോൾ, അമേൻ ഹല്ലേലൂയ, നമ്മൾ അത്രമാത്രം ആത്മാവിൽ എഴുന്നേൽക്കണം. ഞാൻ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് പറയാം. നിങ്ങൾക്ക് പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ഈ റെസ്പോൺസിബിലിറ്റി വേണം. ഞാൻ ആരാണ്? ഞാൻ നിന്നില്ലെങ്കിൽ അമേൻ ഹല്ലേലൂയ, അമേൻ ഇനി പകരക്കാരില്ല. ഈ ഉത്തരവാദിത്തോടെ നിങ്ങൾ മുഴങ്കാലും മടക്കണം. നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. അമേൻ. നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ദൈവസഭയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, എത്രയോ ലക്ഷക്കണക്കിന് ജീവിതങ്ങളായിരിക്കും ഇങ്ങനെ നശിക്കുന്നത്. കേട്ടതുകൊണ്ട് ഷെയർ ചെയ്തതുകൊണ്ടും ചിലപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കേസ് കേൾക്കുന്നത്. പക്ഷേ അമേൻ ഹല്ലേലൂയ, നിങ്ങൾ പലരും ഇങ്ങനെ ആയിട്ടായിരിക്കും ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതുപോലെ എത്ര 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 കാര്യങ്ങളായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ആരെഴുന്നേൽക്കും? അമേൻ. ഒരു അബ്രഹാമിന്റെ ആ ഒരു റിക്വസ്റ്റിനകത്ത് 50 40 30 20 അവസാനം 10. ഞാൻ പറയാം, അബ്രഹാം പിന്നെയും താഴ്ത്തിയാൽ സ്വർഗത്തിലെ ദൈവം അവനെ മാനിക്കും. കാരണം എന്താ പറയുക, ദൈവത്തോട് കൂടെ നടക്കുന്നവന്റെ റിക്വസ്റ്റിന്മേൽ അത്ഭുതങ്ങളുണ്ട്. ഈ രാത്രി ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് നടക്കാൻ പറ്റുമോ? സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ തന്നെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. ഹല്ലേലൂയ. എന്റെ പ്രിയ ദൈവമക്കളെ, നമുക്കിനി കിട്ടാൻ, ഞാൻ പറയും ഉടുക്കാനും ഉണ്ണാനും ആവശ്യത്തിനുള്ള എല്ലാം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം. പക്ഷേ ഇനി നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി തിരിച്ചു ചിലതിനെ ചെയ്യേണ്ട ഒരു സീസണിനകത്ത് നമ്മൾ എഴുന്നേറ്റോണം. നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചില്ലേ പിന്നെ ആര് പ്രാർത്ഥിക്കും? പക്ഷെ അതോടൊപ്പം ഒരു ബർഡൻ, ഒരു ഭാരം, കർത്താവേ ഹല്ലേലൂയ, എന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരുവനെ ഹല്ലേലൂയ വിടുതൽ കൊടുക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ആ റെസ്പോൺസിബിലിറ്റിയോടെ എഴുന്നേൽക്കും. ഹല്ലേലൂയ. എന്റെ പ്രിയ ദൈവമക്കളെ, ഹെൽപ്ലെസ് ആയിട്ട് അനേക ആയിരങ്ങൾ നമ്മുടെ ചുറ്റിലും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, അവരും അബ്രഹാമിന്റെ സന്തതിയാകണ്ടേ? അവരും വാഗ്ദത്തത്തിനകത്ത് പ്രവേശിക്കണ്ടേ? സുവിശേഷം പറയാതെ എങ്ങനെ അവർ കേൾക്കും? പ്രാർത്ഥിക്കാതെ എങ്ങനെ ദൈവം ഒരുവന് വേണ്ടിയിട്ട് ഇറങ്ങും? ഹല്ലേലൂയ. കർത്താവേ, ഇതിന് സൊല്യൂഷൻ എന്താ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ കർത്താവിനോട് പറയും, യു ആർ ദ സൊല്യൂഷൻ. നിനക്ക് അഭിഷേകം തന്ന്, നിന്നെ അഭിഷേകം ചെയ്ത്, നിന്റെ മേൽ കൃപ തന്ന്, നിനക്ക് വെളിപ്പാട് തന്ന് നിന്നെ നിർത്തിയിരിക്കുന്നത് ആ ദേശത്ത് നീ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി നിങ്ങളൊന്ന് വിളിച്ചു പറയണം, കർത്താവെ, ഈ രാത്രിയിൽ എന്റെ മേൽ കിടക്കുന്ന ആത്മീയ ഉത്തരവാദിത്തത്തിൽ ഞാൻ സ്കിപ്പ് ആകത്തില്ല. ഞാൻ ഇതിനകത്ത് ഒരു കാര്യം പറയാം പ്രിയ ദൈവമക്കളെ. നിങ്ങൾ പേഴ്സണലായിട്ട് ഓരോ വ്യക്തികളും ദൂത് കേൾക്കാനിരിക്കുന്നു. കോമൺ ആയിട്ട് ഒരു ദൂത് പറയാം. യു ആർ ദ ചോസൻ വെസൽ ഫോർ ദിസ് ജനറേഷൻ. നിങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട റെസ്പോൺസിബിൾ വെസൽ. നിങ്ങളുടെ ഉള്ളിലാണ് അഭിഷേകം, നിങ്ങളുടെ ഉള്ളിലാണ് രക്ഷ. നിങ്ങൾ മുഖാന്തരമാണ് നിങ്ങളുടെ ചുറ്റുമുള്ളവർ വിടുവിക്കപ്പെടാൻ പോകുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ രാത്രി ഇതൊന്ന് തിരിച്ചറിയാൻ പറ്റും? ഹല്ലേലൂയ. ഞാൻ പറയാം ദൈവമക്കളെ, എന്റെ മെസ്സേജിനെ ഹോളി സ്പിരിറ്റ് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. എനിക്ക് അബ്രഹാമിനെ കുറിച്ചും അബ്രഹാമിക് കവണന്റിനെ കുറിച്ചും ക്രൈസ്റ്റിനെ കുറിച്ചും ഒക്കെ ഒത്തിരി 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 പറയാനുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, എന്റെ ബേർഡനല്ല, പരിശുദ്ധാത്മാവിന്റെ ബേർഡനാ.
നമ്മൾ കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകരുത്. അമേൻ, ഹാലലൂയ. നമുക്ക് എഴുന്നേക്കാൻ പറ്റണം. അമേൻ, എനിക്കറിയാം അമേൻ, ഇതിനകത്ത് അമേൻ ചുരുക്കം ചില അമേൻ അമേൻ ജെൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അമേൻ, ഹാലലൂയ, അമേൻ അമേൻ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, അമേൻ, ആ മാതൃത്വം ഇതൊക്കെ എവിടെ പോകുക? അമേൻ. എത്ര കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റും ഇതുപോലെ അനാഥരായിട്ട് ആത്മലോകത്ത് അനാഥത്വം അനുഭവിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങൾ ഈ രാത്രിയിൽ. അമ്മേൻ, ഹാലലൂയ. എത്ര പേർ വാർഡിന് മുമ്പിൽ സറണ്ടർ ആയതിട്ട് കർത്താവിനോട് ഒന്ന് പറയും, കർത്താവേ ഞാൻ റെഡിയാവാ. അമ്മേ, എനിക്ക് ചുറ്റുമുള്ള അമ്മേൻ, ഹാലലൂയ, അനേകം ജനങ്ങൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാനും നിങ്ങളും ജാതികളായിരുന്നു, ഏതോ കാലത്ത് വിഗ്രഹങ്ങളെ തൊഴുതുകൊണ്ടിരുന്നവരാ. അമേൻ, ഹാലലൂയ, അമേൻ. പക്ഷെ എനിക്കും നിങ്ങൾക്കും അബ്രഹാമിന്റെ സന്തതിയാകാൻ പറ്റിയത് എങ്ങനെയാ? ആരോ ഒരാൾ നമ്മളോട് സുവിശേഷം പറഞ്ഞത് കൊണ്ടാ, എങ്ങനെയോ സത്യവചനം കേട്ടത് കൊണ്ടാ. അതുകൊണ്ടല്ലേ നമ്മളിന്ന് പ്രാഗൽഭ്യത്തോടെ നമ്മൾ ഈ വചനം എല്ലാം ഷെയർ ചെയ്യുകയും അമേൻ ക്രിസ്തുവിൽ ജീവിക്കുകയും ക്രിസ്തുവിലുള്ള നന്മകളെ ആസ്വദിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരോട് നിങ്ങൾക്ക് ഒരു പ്രാഗൽഭ്യം വേണ്ട പ്രിയ ദൈവമക്കളെ. നിങ്ങൾക്കൊരു ഭാരം, നിങ്ങൾക്ക് അകത്തൊരു ആശയം, അമേൻ, നിങ്ങൾക്കൊരു ബർഡനും ഉണ്ടോ, നിങ്ങളുടെ നാവിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യും. ഇനി ഇതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾ മനസ്സ് കാണിച്ചാൽ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിക്കും. ഹാലലൂയ, അമേ. ഇതിനകത്ത് ഈ ലളിത സുരേന്ദ്രൻ, അമേൻ, ഹാലലൂയ, ആ ഡിവൈസിനകത്ത് ഭയങ്കര ഒരു ദൈവപ്രവൃത്തി സംഭവിക്കുക. കരുണാസമ്പന്നനായ ദൈവം, അമേൻ, ഹാലലൂയ, അമേൻ, നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചില റിസ്റ്റോറേഷനെ ചെയ്യുക, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചില ദൈവപ്രവർത്തികളെ അമേൻ അയക്കുകയാ. അമേൻ, ഹാലലൂയ. ഒരു ഡിവൈൻ എക്സ്ചേഞ്ച് ഡിവൈസിനകത്ത് രാത്രി സംഭവിക്കുകയാണ്. അമേൻ, തന്റെ ഏകജാതനായ പുത്രനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി തന്ന കർത്താവ് നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങൾ റിസ്റ്റോറേഷൻ സംഭവിക്കത്തില്ല എന്ന് ചില അമേൻ ചിന്തിക്കുന്ന മേഖലകളിൽ അമേൻ ദൈവത്തിന്റെ കരം ഇറങ്ങി ചില റിസ്റ്റോറേഷൻ നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. എത്ര ദൈവമക്കൾ അമേൻ ഈ രാത്രി പറയും, ഐ എം ദ സീഡ് ഓഫ് അബ്രഹാം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവം എൽ ശദ്ദായി ആണെന്ന് നമ്മുടെ ചുറ്റുമുള്ള ലോകം കാണണം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സർവശക്തനാണെന്ന് അമേൻ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പ്രൂവ് ചെയ്യപ്പെടാനായിട്ട് പറ്റണം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അമേൻ നിത്യ നിയമത്തിന്റെ ദൈവമാണെന്ന് നമ്മളെ കാണുമ്പോൾ ഹല്ലേലൂയ മറ്റുള്ളവർ തിരിച്ചറിയണം. ഹല്ലേലൂയ. എത്ര പേർ ഈ രാത്രി പറയും, ആമേൻ, അബ്രഹാം ദൈവത്തോട് കൂടെ നടന്നതുപോലെ നടക്കുവാൻ ആമേൻ ഈ രാത്രി ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അബ്രഹാം ഇടിവിൽ നിന്നതുപോലെ ആമേൻ ഇടിവിൽ നിൽക്കുവാൻ ആമേൻ ഞാൻ എന്നെ തന്നെ ആമേൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അബ്രഹാം അനുസരിച്ചതുപോലെ അനുസരിപ്പാൻ ഞാൻ ഈ രാത്രിയിൽ അമേൻ ഹല്ലേലൂയ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. നിങ്ങൾ നോക്കിക്കേ, അബ്രഹാമിന്റെ സന്തതിയായ ക്രിസ്തു ഇതെല്ലാം ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു അബ്രഹാമിന്റെ സന്തതി, നമ്മൾ കുറച്ചു മുമ്പ് വായിച്ച വേർഡാണ്. ഹല്ലേലൂയ. ക്രൂശും മരണത്തോളം തന്നെത്താൻ അനുസരണമുള്ളവനായി. ഹല്ലേലൂയ. ഇന്ന് നമ്മളോട് അങ്ങനെയൊന്നും കർത്താവ് പറയുന്നില്ല. ഒരുവൻ നമുക്ക് വേണ്ടി അനുസരിച്ചു ക്രൂശ് മരണത്തോളം. പക്ഷെ ഇന്ന് അമേൻ ഹല്ലേലൂയ കർത്താവ് നമ്മളോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ എത്ര പേർ പറയും, കർത്താവെ ഞാനതിനെ അനുസരിക്കാൻ റെഡിയാണ്. ഇനിയിപ്പോ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം പറയാൻ പറ്റണം, കർത്താവെ അമേൻ അനുസരിക്കുവാനൊരു ഹൃദയം എനിക്ക് തരണമേ. നമുക്ക് എന്താണ് ഇമ്പോസിബിൾ? നമ്മളെ സഹായിക്കാനാണ് പ്രിയ ദൈവമക്കളെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉള്ളത്. ഈ രാത്രിയിൽ എത്ര പേർ പറയും, കർത്താവെ ക്രൂശ് മരണത്തോളം അനുസരിക്കുവാനുള്ളൊരു ദൈവകൃപ എന്റെ മേൽ പകരണം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിക്കേ, എത്ര ഇടത്ത് പ്രൂവ് ചെയ്തു ആമേൻ എൽ ശദ്ദായി സർവശക്തനായ ദൈവം ഇമ്പോസിബിളിനെ പോസിബിളായി മാറ്റുന്ന ഒരു ദൈവം ഉണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കരങ്ങളിലൂടെ ഈ ജനറേഷനിൽ വിശ്വസിക്കുന്ന നിങ്ങളിലൂടെ അമേൻ അമേൻ യേശു ചെയ്തതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി നിങ്ങൾക്കൊരു എൽ ശദ്ദായി ദൈവം ഉണ്ട് എന്ന് സ്വർഗത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ലേ? ആമേൻ. അതിന് നമ്മുടെ ഒരു ക്വാളിഫിക്കേഷനും ആവശ്യമില്ല. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് ഞാൻ നിങ്ങളുടെ കരങ്ങളെ നോക്കി അമേൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുക, അത്ഭുതങ്ങളെ ചെയ്യുന്ന, വീര്യപ്രവർത്തികളെ ചെയ്യുന്ന, അമേൻ ഹല്ലേലൂയ ബലമുള്ള കാര്യങ്ങളെ ചെയ്യുന്ന, അമേൻ ഹല്ലേലൂയ വീര്യം പ്രവർത്തിക്കുന്ന യഹോവയുടെ ഭുജമായി ഈ രാത്രിയിൽ ചില ദൈവ മക്കളെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുകയാണ്. അമേൻ. ബോബി സിസ്റ്ററെ, ആത്മാവിൽ എഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു. അമേൻ. ഡോണ്ട് ഫോക്കസ് ഓൺ യുവർ ഓൺ തിങ്സ്. ഹല്ലേലൂയ. ഫോക്കസ് ഓൺ ദ തിങ്സ് അബോവ്. അമേൻ അമേൻ. മേലെ ഉള്ളത്, ഉയരത്തിൽ ഉള്ളത് തന്നെ ഫോക്കസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ അമേൻ ഭൗമിക മണ്ഡലത്തിനകത്ത് ചില റിസൾട്ടുകളെ കാണും. ദൈവം വിശ്വസ്തനാണെന്ന് അമേൻ നിങ്ങളുടെ ഭവനത്തിനകത്ത് കർത്താവ് പ്രൂവ് ചെയ്യും. ഹല്ലേലൂയ. ഈ രാത്രി എത്ര ദൈവമക്കൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? അമേൻ ഹല്ലേലൂയ. അമേൻ എന്റെ ദൈവം അമേൻ ഹല്ലേലൂയ അമേൻ എന്നിലൂടെ ചിലതിനെ ചെയ്തെടുക്കാൻ പോകുക. അമേൻ. അടുത്ത അബ്രഹാമിന്റെ സന്തതിയായ യേശുക്രിസ്തുവിനെ നോക്കിക്കേ. ഹല്ലേലൂയ. പിതാവായ ദൈവമായുള്ള ആഴമായ ബന്ധം.
ആമേൻ, ഹല്ലേലൂയ. യേശു പറയാ, ആമേൻ, ഞാൻ സംസാരിക്കുന്ന വാക്കുകൾ എന്റെ സ്വന്തമല്ല, അത് പിതാവ് എന്നിൽ ഇരുന്നു കൊണ്ട് എന്നിലൂടെ സംസാരിക്കുന്നത് അത്രേ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്റേതല്ല, എന്റെ പിതാവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത് അത്രേ. എത്ര ബ്ലസ്സഡ് ആയിട്ടുള്ള ഒരു ലൈഫ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അമ്മേൻ, യേശു അബ്രഹാമിന്റെ സന്തതിയായിട്ട് എന്തെല്ലാം ചെയ്തോ ഇത് തന്നെ ചെയ്യുവാനാണ് അബ്രഹാമിന്റെ സന്തതിയായ എന്നെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് എന്ന് ബോധ്യമുള്ളവരൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഐ ആം ദ സീഡ് ഓഫ് അബ്രഹാം. ഞാൻ ചില ഡിവൈസുകളെ നോക്കി അമേൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ സഞ്ചരിക്കും, നിങ്ങൾ സഞ്ചരിക്കും. കർത്താവ് നിങ്ങളെ ചില ഭവനങ്ങളിലേക്ക് അയക്കും, കർത്താവ് ചില ദേശങ്ങളിലേക്ക് നിങ്ങളെ അയക്കും, കർത്താവ് അമേൻ ചില കൂട്ടായ്മകളിലേക്ക് നിങ്ങളെ അയക്കും, ചില രാജ്യങ്ങളിലേക്ക് നിങ്ങളെ അയക്കും. ഇനി നിങ്ങളുടെ കാലുകൾ മാൻപേട കാലുകളെ പോലെ ആമേൻ അനേക വ്യക്തി ജീവിതങ്ങൾക്ക് വിടുതൽ നൽകുവാൻ തക്കവണ്ണം ഒരു സഞ്ചരിക്കുന്ന സുവിശേഷം എന്നോണം ഹല്ലേലൂയ അപ്പോസ്തല പ്രവർത്തികൾ വീണ്ടും ആരംഭിക്കുന്ന, വീണ്ടും ആവർത്തിക്കുന്ന ഒരു ദൈവ പ്രവൃത്തിയിലേക്ക്, ഒരു സീസണിലേക്ക് ഈ രാത്രിയിൽ ചില അബ്രഹാമിക് സന്തതികളെ സ്വർഗം എഴുന്നേൽപ്പിക്കുന്നു. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി ആമേൻ ഒന്ന് വിളിച്ചു പറയുകയാണ്, ക്രിസ്തുവിൽ സ്ത്രീ എന്നോ പുരുഷനോ എന്നുള്ള വ്യത്യാസമില്ല, ആണെന്നോ പെണ്ണെന്നോ യവനനെന്നോ ആമേൻ യഹൂദനെന്നോ ഒരു വ്യത്യാസമില്ല. ക്രിസ്തു യേശുവിൽ നിങ്ങൾ എല്ലാവരും ഒന്നത്രേ. അങ്ങനെയാണെങ്കിൽ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിനോട് വ്യക്തമായിട്ട് പറയുന്നു, അപ്പോസ്തല പ്രവർത്തികൾ വീണ്ടും ആമേൻ ആവർത്തിക്കപ്പെടുന്ന ഒരു സീസൺ നിങ്ങളുടെ മുൻപിൽ സ്വർഗം തുറക്കുകയാണ്. വിത്ത് സൈൻസ് ആൻഡ് വണ്ടേഴ്സ്. ചില അപ്പോസ്തലന്മാർ എഴുന്നേൽക്കും, ചില പ്രവാചകന്മാർ എഴുന്നേൽക്കും, ആമേൻ ചില സുവിശേഷകർ എഴുന്നേൽക്കും. ആമേൻ ഞാൻ ആത്മാവിൽ കാണുന്നു ഹല്ലേലൂയ കാതറിൻ കുൾമാനെ പോലെ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ആമേൻ സാന്നിധ്യം ചുമക്കുന്ന ചില വ്യക്തികൾ, ആമേൻ ദൈവത്തിന്റെ മഹത്വം ക്യാരി ചെയ്യുന്ന ചില ലേഡീസ്മാർ, ആമേൻ നിങ്ങളെ സഞ്ചരിക്കുന്ന ദൈവപ്രവൃത്തിയാക്കി, സഞ്ചരിക്കുന്ന സുവിശേഷമാക്കി സ്വർഗം എഴുന്നേൽപ്പിക്കാൻ പോവുക. എത്ര പേർ ഈ രാത്രിയിൽ അതിനെ വിശ്വസിക്കാൻ റെഡിയാണ്? എത്ര പേർ അതിനെ ആമേൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ രാത്രി പറയും, കർത്താവേ ഈ ഹെവൻലി കോളിംഗിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ബിക്കോസ് ഐ ആം ദ സീഡ് ഓഫ് അബ്രഹാം ലൈക്ക് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ ഐ വാണ്ട് ടു ഡു വാട്ട് യു ഡിഡ്. ഹല്ലേലൂയ. കർത്താവേ അങ്ങ് ചെയ്തത് തന്നെ ആമേൻ എനിക്കും ചെയ്യണം, ഞാൻ അത് ചെയ്യും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ രാത്രി വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ആമേൻ ചില കാലങ്ങൾ ആവർത്തിക്കാൻ പോവുകയാണ്. അത് സ്ഥലകാല ഭേദമന്യേ ആമേൻ ഹല്ലേലൂയ ജെൻഡർ വ്യത്യാസമന്യേ കർത്താവിന് ഈ കാലഘട്ടത്തിൽ ചിലരെ ആവശ്യമാണ്. നിങ്ങൾക്ക് ആത്മാവിൽ അമ്മേൻ ഒരാമേൻ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ രാത്രിയിൽ നിങ്ങൾ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, അമ്മേൻ ഹല്ലേലൂയ ബാരിയേഴ്സിന്റെ സീസൺ ഓവർ ആവുകയാണ്. ഞാൻ പറയാം, എവിടെ റെവലേഷൻ ഉണ്ടോ അവിടെ ബാരിയേഴ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അമ്മേൻ ഹല്ലേലൂയ റെവലേഷൻ ബാരിയേഴ്സിനെ അമ്മേൻ ബ്രേക്ക് ചെയ്യും. അമ്മേൻ ഹല്ലേലൂയ, അമ്മേൻ ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ അവർക്ക് വിദ്യാഭ്യാസമില്ല, അവർക്ക് കഴിവില്ല, യോഗ്യതയില്ല. പക്ഷെ എപ്പം അമ്മേൻ വെളിപ്പാട് അകത്തു കയറിയോ അപ്പോൾ മുതൽ അവരുടെ ലോക്കൽ ബാരിയേഴ്സ് എല്ലാം ബ്രേക്ക് ആകാൻ തുടങ്ങി. ഈ രാത്രി റെവലേഷണൽ ജനറേഷൻ അമ്മേൻ ക്രിസ്തുവിന്റെ തലമുറയെ, അബ്രഹാമിന്റെ സന്തതിയെ നിങ്ങൾ നോക്കി ആത്മാവിൽ വിളിച്ചു പറയുക, 1000 തലമുറ വരെയും അമേൻ അടുത്ത ജനറേഷൻ ഓർത്തു വെക്കത്തക്ക രീതിയിൽ ചിലത് ചെയ്തിട്ടേ അമേൻ നിങ്ങൾ എടുക്കപ്പെടത്തുള്ളൂ. നിലനിൽക്കുന്ന ചിലത് ചെയ്തിട്ടേ നിങ്ങൾ എടുക്കപ്പെടത്തുള്ളൂ. അത് ഞാൻ ആത്മാവിൽ ഇന്ന് നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. ആമേൻ നിങ്ങൾ വെറുതെ ഒരു മുറിക്കകത്ത് ഒതുങ്ങിയോ, വെറുതെ ആമേൻ ഒരു ഭവനത്തിനകത്തോ തീർന്നു പോകത്തില്ല. ഇന്ന് വരെ നിങ്ങൾ പുറത്തിറങ്ങിയിട്ടില്ലെങ്കിലും ഈ വേർഡ് നിങ്ങൾ വിശ്വസിക്കാൻ റെഡി ആണെങ്കിൽ ഈ രാത്രിയിൽ ആമേൻ ഫിലിപ്പോസിനെ ദൂതൻ എടുത്തുകൊണ്ട് പോയതുപോലെ ആമേൻ നിന്റെ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്ന് ചില ഡിവൈൻ എൻകൗണ്ടർ വഴി സ്വർഗം നിന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്ന, ആമേൻ നിന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സീസൺ വെളിപ്പെടും. ഞാനത് പറയുമ്പോൾ നിശ്വാസത്തെ ചില ബാരിയേഴ്സ് ബ്രേക്ക് ആവുക. ഒരു പരിധിക്കപ്പുറം ആത്മാവിൽ കയറാൻ പറ്റാത്ത വണ്ണം, ഒരു പരിധിക്കപ്പുറം നിനക്ക് ജയിച്ച് കയറാൻ പറ്റാത്ത വണ്ണം ആമേൻ നിൽക്കുന്ന ചില ബാരിയേഴ്സ് ഈ രാത്രി ബ്രേക്കപ്പ് ആയിട്ട് കർത്താവിനോട് പറയുന്നു, ആമേൻ ആമേൻ സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചു കൊള്ളുക, നിന്റെ ബലം ധരിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ഈ രാത്രി എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് പറയും, ഹല്ലേലൂയ കർത്താവേ എനിക്ക് കർത്താവിനെ അമേൻ ഒന്ന് വെളിപ്പെടുത്തണം. ആമേൻ ഹല്ലേലൂയ എന്റെ ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തണം. എനിക്ക് ഒറ്റ ആയുസ്സാ ഈ ഭൂമിക്കകത്ത്, അത് വെറുതെ തീരുവാനുള്ളതല്ല. എന്റെ കർത്താവിനെ പോലെ ആമേൻ ഒരു നീതി സൂര്യനെ പോലെ ശോഭിച്ച് തീരുന്ന ഒരു ജീവിതം എനിക്ക് വേണം. എന്താ കാരണം? ബിക്കോസ് ഐ ആം ദ സീഡ് ഓഫ് അബ്രഹാം. അബ്രഹാമിന്റെ സന്തതിയായിട്ട് ഈ ജനറേഷനിൽ നിങ്ങളെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭൂമിയിൽ നിങ്ങൾ മുഖാന്തരം ദൈവത്തിന്റെ മഹത്വത്തെ അമേൻ റിവീൽ ചെയ്യാനാണ്. അങ്ങനെയാണെങ്കിൽ എത്ര പേർ ഓരോ ദിവസം എഴുന്നേറ്റിട്ടൊന്ന് പറയാം, അമേൻ ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ്, ഞാൻ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ ഞാൻ എൽഷാദായുടെ അമേൻ ശക്തിയെയും മഹത്വത്തെയും പ്രദർശിപ്പിക്കും. എത്ര പേർ പറയും, അടുത്ത തലമുറകൾക്ക് അനുഗ്രഹമാവുന്നത് പോലെ ആമേൻ ദൈവം എന്നെ കൊണ്ട് ചിലത് ചെയ്യിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി ദൈവകരങ്ങളിൽ അമേൻ ഒന്ന് സറണ്ടർ ചെയ്യുന്നവരൊന്ന് പറഞ്ഞേ, ഐ ആം ദ സീഡ് ഓഫ് അബ്രഹാം.
ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ്. ബാരിയസിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു അഭിഷേകമാണ് എൻ്റെ മേൽ സ്വർഗം വെച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ അമ്മൻ യെരൂശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. ഈ വേർഡ് നിങ്ങളുടെ മേൽ ഞാൻ ഇമ്പാർട്ട് ചെയ്യുക. ഭൂമിയുടെ അറ്റത്തോളവും ദൈവത്തിന്റെ സാക്ഷികൾ. അമേൻ, ഹല്ലേലൂയ, അമേൻ. നിങ്ങളുടെ മേൽ സ്വർഗം ഈ രാത്രിയിൽ ചില അമേൻ സുവിശേഷ ഭാരത്ത് ഇട്ട് തരട്ടെ. അമേൻ, നിങ്ങൾ എഴുന്നേൽക്കട്ടെ. അമേൻ, നിങ്ങൾ ദൈവ പ്രവർത്തികളെ കേൾക്കട്ടെ. ഞാൻ കുറെ നേരത്തെ ജോയ്സ് മേയർ എന്നുള്ള പേര് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തരികയാണ്. അമേൻ, ഹല്ലേലൂയ. ജോയ്സ് മേയറിനെ ഈ കാലഘട്ടത്തിൽ സ്വർഗം യൂസ് ചെയ്യുന്നത് പോലെ രാജ്യങ്ങൾക്ക് ഒരു അപ്പോസ്തലികത്വ നിലവാരത്തിൽ ചില ദൈവമക്കളുടെ മേൽ ഇങ്ങനെ ചില അഭിഷേകത്തിന്റെ പകർച്ചകൾ സ്വർഗം പകരുകയാ. അമേൻ, ഹല്ലേലൂയ. കാലഘട്ടങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഞാൻ പറയാം, വെറും സുവിശേഷ പ്രവർത്തനം മാത്രമല്ല, അനാഥരെയും ഒറ്റപ്പെടുന്നവരെയും തകർന്നവരെയും എല്ലാം പരിചരിക്കുന്ന വിധത്തിൽ ചില ഹെവൻലി വിഷനോടുകൂടെ ചില വ്യക്തി ജീവിതങ്ങൾ എഴുന്നേൽക്കും. നിങ്ങൾക്ക് രാജ്യങ്ങളിൽ ബ്രാഞ്ചുകൾ ഉണ്ടാകത്തക്ക രീതിയിൽ നിങ്ങൾ സുവിശേഷം നിമിത്തം കൾച്ചറുകളെ മാറ്റുന്ന നിലവാരത്തിൽ നിങ്ങളെ സ്വർഗം എഴുന്നേൽപ്പിക്കും. നിങ്ങളെ സ്വർഗം അഭിഷേകം ചെയ്തൊരു വലിയ ദൈവപ്രവൃത്തിയാക്കി മാറ്റും. കർത്താവെ, ഈ രാത്രി ഈ വേർഡ് കേട്ട ഓരോ ദൈവമക്കളുടെ മേലും കർത്താവേ, ഹല്ലേലൂയ, ആ ആത്മതലത്തെ ഞങ്ങൾ തുറന്നു വിടുമ്പോൾ ആത്മാവിൽ അബ്രഹാമിന്റെ സന്തതികൾ എഴുന്നേൽക്കട്ടെ. കർത്താവെ, അനേകം അബ്രഹാമിക് സന്തതികളെ പ്രസവിക്കുന്ന സാറമാരായി ഈ രാത്രിയിൽ ഹല്ലേലൂയ എഴുന്നേൽക്കുന്ന ഒരു ജനറേഷൻ പ്രസവിക്കുന്ന സാറമാർ, വന്ധ്യമാരല്ല, പ്രസവിക്കുന്ന സാറമാർ, ചില വാഗ്ദത്ത സന്തതികളെ പുറത്തു കൊണ്ടുവരുന്ന സാറമാരായി ഈ രാത്രി ഒരു തലമുറ എഴുന്നേൽക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്യുന്നു. കർത്താവെ, നെർവ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, നെർവ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് സൗഖ്യമാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഹല്ലേലൂയ, റിസ്റ്റിനകത്തുള്ള ചില വേദനകൾ ചലിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചില നേരത്ത് ഇങ്ങനെ ഈ മരവിക്കുന്നത് പോലുള്ള അനുഭവങ്ങൾ, നംനെസ്സുകൾ, യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ചില അബ്ഡോമൈൻ പെയിൻ, ഇറഗുലർ ആയിട്ട് നിൽക്കുന്ന സകലതും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ റെഗുലർ ആകാൻ, നോർമൽ ആകാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. സ്വർഗ അത്ഭുതം ചെയ്യണം. നെർവ് സംബന്ധമായിട്ട് കർത്താവ് ചില ഹീലിങ്ങുകളെ നിങ്ങളുടെ മേൽ അയക്കുന്നത് കർത്താവിനെ കാണിക്കുന്നു. കർത്താവ്, ഈ രാത്രി ഡിവൈസിലുള്ള ഓരോ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. മിനിസ്റ്ററെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവെ, അബൈഡ് ഇന്റർനാഷണൽ മിനിസ്ട്രി ഈ വേർഡ് ഞങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ സ്പിരിച്വൽ സന്തതികൾ ഉണ്ടാകട്ടെ. രാജ്യങ്ങളിൽ ദേശങ്ങളിൽ ബർത്തുകൾ സംഭവിക്കട്ടെ. കർത്താവെ, അനേകം അബ്രഹാമിക് ജനറേഷനെ എഴുന്നേൽപ്പിക്കുന്ന അഭിഷേകത്തോടെ ഇവർ എഴുന്നേൽക്കട്ടെ. കർത്താവ്, ഈ പ്ലാറ്റ്ഫോമിനെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ഇന്ന് ജോയിൻ ചെയ്ത ഓരോരുത്തരുടെ മേലും കർത്താവ് ഇടിവിൽ നിൽക്കുവാൻ ഒരു ബാഡൻ ഉണ്ടാകട്ടെ. നശിച്ചു പോകുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ അബ്രഹാം കർത്താവേ നിന്നുകൊണ്ട് ദൈവത്തോട് ചിലതിനെ റിക്വസ്റ്റ് ചെയ്ത് ചില കർത്താവേ ചില നാശങ്ങളെ റെഡ്യൂസ് ചെയ്തതുപോലെ ഇങ്ങനെ ചിലതിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അത് പറഞ്ഞ് ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്യുന്നു. കർത്താവെ, ബ്ലസ് ചെയ്യുന്നു. മഹത്വമെല്ലാം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.